me down. Leave me down. Leave me down. Okay, go. എന്റെ അച്ഛൻ എവിടെയാണെന്നറിയോ? എവിടെയാ? അങ്ങ് കടലിൽ പോയിരിക്കുക. എന്തിന്? ദാഫിലോടെ കറങ്ങാൻ. എപ്പോഴാ പോയേ? Long and long back. എത്ര ലോങ് ബാക്ക്? Long, 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 long. 100 long. അപ്പൊ നീ വലിയ ചെക്കനാണെന്നാണോ പറഞ്ഞു വരുന്നേ? 105. 105. സത്യമായിട്ടും? You don't believe me? I do believe you. Promise? Promise. Adrian, stop it. Stop it. How many times I have to tell you, Adrian, stop? Stop it. Who gave you this ball? Stranger. Stranger? Beard wala. Beard wala? They are all very bad, Adrian. Don't take anything from them, Adrian. അവന്റെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങാൻ പാടില്ല. No, he's a good man. Bad man. He's a good man. Listen, Adrian. He's an evil. അമ്മ പറഞ്ഞു he's a good man. Don't believe your mother. She's useless. She will never change. She's a bitch. Bitch എന്ന് വെച്ചാ? നിന്റെ അമ്മയോട് പോയി ചോദിക്ക്. മമ്മി മമ്മി bitch എന്ന് വെച്ചാ എന്താ? Who told you that? Granny said you're a bitch. Bitch, bitch, bitch. Bitch, bitch, bitch. Bitch, bitch, bitch. ഞാനല്ലേ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നത്. നീ എന്തിനാടി ഉറങ്ങാതിരിക്കുന്നത്? ശരി, ഫോൺ വെച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. എന്നാ ശരിയടി, ഫോൺ വെച്ചേക്കാം. ശരി, ഓക്കെ. കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമായി. നൈറ്റ് ഡ്യൂട്ടിക്കിടെ ഞാൻ ഉറങ്ങിയോ ഇല്ലയോ എന്നറിയില്ല. വീനസ് എന്നാ ഉറങ്ങിയിട്ടില്ല. ഞാൻ അത്രയ്ക്കും ഭാഗ്യം ചെയ്ത ആളാ. എന്തു പറയുന്നു രഘു? അല്ലേ? ഇത് തന്നെയല്ലേ എല്ലാ ദിവസവും രാത്രി പറയാറ്. ഒരു ഹെൽപ്പ് വേണമല്ലോ. എന്താ? ആൽത്യ വീട് വിട്ടിറങ്ങിപ്പോന്നു. അതെന്താ? വീട്ടിൽ വഴക്കുണ്ടായി. വീട്ടിൽ നിന്ന് ഇറങ്ങി വരേണ്ട രീതിയിൽ അതെന്താ ഇത്ര പ്രശ്നം? ബിച്ചെന്ന് വിളിച്ചു. ബിച്ചെന്ന് പറഞ്ഞാൽ പിച്ചക്കാരി എന്നാണോ? എന്താടാ? കുറച്ച് മോശമായ വാക്കാ. ഛേ സാറേ, അയാൾക്ക് ഇന്ന് രാത്രി താമസിക്കാനൊരു സ്ഥലം വേണം. ആ, വെളുപ്പിനൊരു 4 മണിയാകുമ്പോഴേക്കും അവളവളുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയിക്കോളും. അതുവരെ അവളെ സ്റ്റേഷനിൽ. എന്തുവാടാ ഇത്? അനാഥരായവരൊക്കെ ആദ്യം വരുമ്പോൾ ആശ്രയ ഈ സ്റ്റേഷനല്ലേ? വരാൻ പറയടാ ഇങ്ങോട്ട്. ഒരുപാട് നന്ദിയുണ്ട് സാർ. നിനക്ക് ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നോ? എന്താടാ? നിങ്ങളൊക്കെ ഷുഗറിന്റെ ഗുളിക കഴിച്ചോ? പ്രഷറിന്റെ ഗുളിക കഴിച്ചോ? പുറത്ത് തണുപ്പുണ്ടോ? മഫ്ലറൊക്കെ കെട്ടിയോ എന്ന് ചോദിക്കുന്ന നല്ല തങ്കപ്പെട്ട പെൺകുട്ടിയെ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചുകൊണ്ട് വരും. ഞങ്ങള് ഇവിടെ ചെന്നൈയിൽ ഓൾറെഡി കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുള്ളൊരു പെണ്ണിനെ കെട്ടി ജീവിക്കണം അല്ലേ? ഒന്ന് പോ സാറേ. എടാ, പെണ്ണിന്റെ കാര്യത്തിൽ എന്താ നാടൻ പെണ്ണും പ്രായമൊക്കെ നോക്കുന്നേ? ഇവനൊക്കെ പഠിച്ച് ഇവന്റെ തലയ്ക്ക് വട്ടായെന്ന് തോന്നുന്നു. മുടിയും വളർത്തി നടക്കുക. ഞാൻ പറഞ്ഞു ഇവനൊക്കെ കേക്കുവോ? നന്ദി യേശുവേ, നന്ദി യേശുവേ, അങ്ങു ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. സോറി ആൽത്തിയ, ഞാൻ കാരണമല്ലേ എല്ലാം. അല്ല, നീ കാരണമൊന്നുമല്ല. റിയലി സോറി. ഐ മീൻ ഇറ്റ്. ഇറ്റ്സ് ഓക്കെ. എന്നാൽ ശരി ആൽത്തിയ, താൻ ഇവിടെ കിടന്നോ. ഞാൻ അപ്പുറത്ത് സാറിൻ്റെ അടുത്തുണ്ടാവും.
പേടിച്ചു പോയോ? എന്തിന്? രാവിലെ ഞാൻ നിന്റെ കൂടെ വരുമെന്ന്. വിഷമിക്കണ്ട, 4:30 മണിക്ക് ഞാൻ പൊക്കോളാം. ഐ പ്രോമിസ്. ഇരിക്കേ. നീ ചോദിച്ചിട്ടേ ഇല്ല. എന്താ? എന്നെ കണ്ടു കഴിഞ്ഞ അടുത്ത നിമിഷത്തിൽ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, നിന്റെ ഭർത്താവ് വന്നില്ലേ? നീ പറഞ്ഞതുമില്ല, ഞാൻ ചോദിച്ചതുമില്ല. ഓരോരുത്തരുടെ അടുത്ത് ഓരോ കഥ പറയും. ദുബായിക്ക് പോയിരിക്കുകയാണ്, ഓസ്ട്രേലിയക്ക് പോയിരിക്കുകയാണ്, ചന്ദ്രനിൽ പോയി, മരിച്ചു പോയി, ഡോൾഫിൻ്റെ ഒപ്പം നീന്താൻ പോയി. ഇവൻ വിചാരിച്ചു ഡോൾഫിൻ കഥ സത്യമാണെന്ന്. ഇത് കേൾക്കണവര് കേട്ട് വിശ്വസിച്ച പോലെ അങ്ങ് പോവും. എനിക്ക് ആരോടെങ്കിലും സത്യം പറയണമല്ലോ. കല്യാണം കഴിഞ്ഞ് 3 മാസം ആയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. Oh shit. Why didn't you tell me? കുഞ്ഞുനാൾ മുതൽ നിനക്കെന്നെ അറിയാവുന്നല്ലേ. We were good friends. ഞാനതെങ്ങനെ നിന്നോട് പറയാ ആൽത്തിയ? എങ്ങനെ പറയുമെന്ന് വെച്ചാ? നിന്നോട് പറഞ്ഞിട്ട് എൻ്റെ ഫാമിലി എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ അവരാത്മഹത്യ ചെയ്യുമെന്ന് പേടിച്ചു. ആദ്യമായിട്ട് ഞാനങ്ങനെ ഗയാണെന്ന് അറിഞ്ഞപ്പോൾ മരിക്കണമെന്ന് വിചാരിച്ചതാ. ഇൻഫാക്റ്റ് ഐ ട്രൈ ട്രൈസ്. നിനക്കെന്നെ ഇഷ്ടമാണോ? ഒരുപാട്. ഇല്ല. ഭാര്യയായിട്ട് നിനക്കെന്നെ ഇഷ്ടമാണോ? Tell me the truth, Jacob, please. അപ്പോ ഇത്രയും നാൾ നീ എൻ്റെ ഒപ്പം എങ്ങനെയാ കിടന്നത്? ഇറ്റ്സ് മോർ ലൈക്ക് ആൻ മാസ്റ്റർബേഷൻ. എന്താ പറഞ്ഞത്? വേറെ ആരെയോ മനസ്സിൽ വെച്ചിട്ട് ചെയ്യുന്ന പോലെ. നമുക്ക് പിരിയാൻ ജേക്കബ്. ശരിയാ പറഞ്ഞത്. പക്ഷെ മറ്റുള്ളവരോട് എന്തു പറയും? അതും ഞാൻ ഇങ്ങനെ ഒരാളാണെന്ന് വെളിയിലറിഞ്ഞാൽ? എന്തു വേണോ പറഞ്ഞോ. എന്നെ കുറ്റം പറഞ്ഞോ, എൻ്റെ ക്യാരക്ടർ ശരിയല്ലെന്ന് പറഞ്ഞോ, എനിക്കെൻ്റെ ബോസിനോട് അഫെയർ ഉണ്ടെന്ന് പറഞ്ഞോ, നിനക്ക് തോന്നുന്ന പോലെ പറഞ്ഞോ. കഴിയില്ല ആൽത്തിയ. അത് നിന്നെക്കുറിച്ച്. സാരമില്ല ജേക്കബ്, എനിക്ക് മനസ്സിലാകും. It's not your fault. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. You are a good man. ഇതിലൊരു തെറ്റുമില്ല ജേക്കബ്. You are good so. അതൊക്കെ ശരി. എല്ലാവരോടും സത്യം പറയാറുന്നില്ലേ? താനെന്തിനാ വെറുതെ തന്നെ? അത് സാരമില്ല. സ്ട്രെയിറ്റ് വുമൺ ജീവിച്ചു പോവും. പക്ഷെ അവനെ ആരും മനസ്സിലാക്കിയിട്ടില്ല. നിനക്ക് പോലും മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. അതാ. കുട്ടികളുടെ കാര്യം അറിയോ അവന്? അറിയില്ല. അവൻ പോയതിന് ശേഷമാണ് എനിക്ക് തന്നെ ഇവനുണ്ടെന്ന് തോന്നി തുടങ്ങിയത്. ഈ കുഞ്ഞു രാജ്. അയാളിപ്പോൾ എവിടെയാ ഉള്ളതെന്നറിയോ? അറിയാം. ഇതേ ഭൂമിയിൽ, സെയിം പ്ലാനറ്റ്, ഡോൾഫിനുകളുടെ കൂടെ നീന്തിക്കൊണ്ടിരിക്കുക. ചന്ദ്രനിലേക്ക് പോയിരിക്കുക, ഓസ്ട്രേലിയയിലേക്ക് പോയിരിക്കുക.
He must be somewhere around. സോറി ആൽത്തിയ. ഷേ, നീ എന്തിനാ വിഷമിക്കണേ? എനിക്കേ വിഷമമില്ല. ശരി, എനിക്ക് ഉറക്കം വരുന്നു. ഉറങ്ങിക്കോട്ടെ. 4 മണിക്ക് വിളിക്കണേ പ്ലീസ്. ഞാൻ വിളിച്ചാലും ഇല്ലെങ്കിലും രാവിലെ വരുന്ന ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ താൻ എന്തായാലും എഴുന്നേക്കും. സുഖമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഞാൻ അവിടെ കാണും. യാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Hi. മോർണിംഗ്. I'm so sorry for late. സാറില്ല, ഈ കീ എൻ്റെ അടുത്ത് തന്നിട്ടാ പോയത്. ഓക്കെ, എല്ലാ കീയും ഉണ്ട്. Thank you. ഓക്കെ, പിന്നീട് കാണാം. ബൈ. ഇതാരുടെ വീടാ? മൈ ഫ്രണ്ട് ഗൗതം. ഈ വീട് വാങ്ങിയിട്ട് അവൻ കാനഡയ്ക്ക് പോയി. ഞാൻ 3 ദിവസത്തേക്ക് ചോദിച്ചു. അവൻ 6 മാസത്തേക്ക് എടുത്തോളം പറഞ്ഞു. ആഹാ, ഫ്രീ ആയിട്ടാണോ? എന്നാൽ ഞാനും കൂടെ ഇവിടെ താമസിച്ചാലോ? ഇല്ല, ശരിയാവില്ല. ഇറ്റ്സ് ടു കോംപ്ലിക്കേറ്റഡ്. Please, Mama, let him stay here. I love this beard, Bala. Please, Mama, please. ഓക്കെ. Ooh, ooh. താങ്ക് യു ലിറ്റിൽ മാൻ. Welcome, old man. ഞാൻ പോയിട്ട് ബാഗ് എടുത്തിട്ട് വരാം. Bye. Okay, let's get you ready for school. Come on. No, school. No, you have to go to school. Get up. No. ഇവർ ഇവിടെ വരുന്നതിന് മുൻപ്, ഈ വീട് പൊട്ടിമുളയ്ക്കുന്നതിന് മുൻപ്, പാടവും വയൽവരമ്പുകളും ഉണ്ടായിരുന്ന ആ കാലം തൊട്ട് ഈ പ്രാവ് ഇവിടെ വന്നു പോയിക്കൊണ്ടിരുന്നു. താൻ ജീവിച്ച പാടവും വയൽവരമ്പുകളും കാണുന്നില്ല എന്ന് പറയുവാനായി തൻ്റെ ഇണയെ തേടി പറന്നു ആ വെള്ളരിപ്രാവ്. ഹായ്. ഹായ്. സ്യൂട്ട് കേസ് എടുത്തോ? താങ്ക്സ്. ഇറ്റ്സ് ഓക്കെ. ഐ മെയ്ഡ് സം ടീ. ഫൈൻ. അല്ല, ഏഡ്രൻ അവിടെ പോയി? അവൻ സ്കൂളിൽ പോയി. ഓ, ഒരു കാര്യം പറയാനുണ്ട്. പറ. ഐ എം ഇൻ ലവ് വിത്ത് യു. വാട്ട്? I said I am in love with you. ഇതാണ് നിന്റെ മനസ്സിലിരിപ്പെങ്കിൽ ഈ നിമിഷം ഈ വീട് വിട്ടിറങ്ങണം. അതിന് മാത്രം ഞാനിപ്പോൾ എന്ത് തെറ്റാ പറഞ്ഞത്? ഞാൻ ജീവിക്കുന്ന തന്നെ എൻ്റെ മോന് വേണ്ടിയിട്ടാ. പിന്നെ എന്തിനാ നീ എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്തേ? നിന്നെ കാണും മുമ്പ് എൻ്റെ ആക്റ്റീവ് എടുത്ത് ഇതൊക്കെ പറഞ്ഞിരുന്നെ. നിന്നെ കണ്ടപ്പോൾ നിന്റെ അടുത്ത് പറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പം ഞാനും ആ സ്കൂട്ടർ ഒരുപോലെയാണെന്നാണോ? ഇല്ല, നീ ആക്റ്റീവ് വയ്ക്കും താഴെ. ഓക്കെ?
അവിടെ പോയിരിക്കും, ഞാൻ വരാം. ഞാനിവിടെ വന്നത് എനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ താൻ പറഞ്ഞാൽ മതി, ഞാനങ്ങ് പോയേക്കാം. നീ എന്താ ഇത്ര ഇമോഷണലായിട്ട് ബിഹേവ് ചെയ്യുന്നേ? പക്ഷെ ഞാൻ പറഞ്ഞതിലൊരു മാറ്റമില്ല. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞത്. പക്ഷെ തനിക്കും കൂടി ഇഷ്ടമില്ല കാര്യമുള്ളൂ. ആ നോക്കട്ടെ. വലി മാത്രമല്ല കുടിയുണ്ടല്ലേ? അതിനെന്താ? എടോ താൻ കുട്ടിയുടെ അമ്മയല്ലേ? അതുകൊണ്ട് നീയും അമ്മയുടെ മോനല്ലേ? ഞാൻ പക്ഷെ കുടിച്ചിട്ടില്ല. എൻ്റെ ഫ്യൂച്ചർ ശരിയല്ല. പ്രപ്പോസ് ചെയ്ത പെണ്ണിനാണെങ്കിൽ എന്നെ ഒട്ട് പിടിച്ചതുമില്ല. എൻ്റെ കാര്യം കഷ്ടം തന്നെ. പാസ്റ്റ് ശരിയല്ല. എന്നെ പ്രപ്പോസ് ചെയ്ത പലരെയും എനിക്ക് പിടിച്ചിട്ടില്ല. വിൽ ബി ഫ്രണ്ട്സ്? യാ. എന്നെപ്പറ്റി നിനക്കൊന്നും അറിയില്ല. യു ഡോണ്ട് ഈവൻ നോ ഐ സ്മോക്ക്. ചിലപ്പോൾ ആ പെണ്ണിനെ പോലെ ഞാനും നിന്നെ ചതിച്ചാലോ? കൊന്നുകളയും. കൊല്ലണ കാര്യമെല്ലാം പിന്നെ നോക്കാം. ആദ്യം നീ താടി എടുത്ത് കള. നിന്നിഴൽ തേടി ഇരുൾ വഴി താണ്ടി പകലന്തിയോളം കാത്തിരുന്നില്ലേ, നിന്നിളം കൺകൾ പൊഴിക്കുന്ന നനവിൽ ഞാനലിഞ്ഞിടും നേരമിതല്ലോ. ജീവിതമിന്നതു മുന്നിലായി കടലോളം ശാന്തമായി ആകാശം ഭൂമിയെ ഉണരുന്ന നേരമായകലുമോ നീ? അരികിൽ ഞാൻ വന്നിതാ, ഏതേതോ ജന്മമോ നിറവേറാൻ ആശകൾ മാത്രമായോ? നിനക്കായി ഞാനും ഒരുങ്ങുന്നു വിണ്ണിൽ, തിളങ്ങുന്നൊരാ മണിചന്ദ്രനും കണിയായി മെല്ലെ. കടൽ കാറ്റിനോടും കളിക്കൂട്ടുകാരായി തുഴഞ്ഞേറുമീ നിമിഷങ്ങളിൽ മനസ്സാകെ നീയോ ഏതോ പാടി പോലെ. കാണുന്നതെല്ലാം കനവല്ലയേറെ, വേറാരുമില്ല ഈ ഭൂവിലെങ്ങും. പോരുക കൂടെ വാഴുക നീയും. ബിയർഡ് വാല അച്ഛനെ വിളിക്കാൻ പോവാണോ? വരുമെന്നു ചൊല്ലി അകന്നങ്ങു പോയോ, മിഴിക്കോണിലായി കണി കണ്ടൊര പൂമുഖം മാഞ്ഞോ. എനിക്കെന്നു മാത്രം നനച്ചെന്നതെല്ലാം കനവായതും തണലായതും കൈവിട്ടു പോയോ. ഓരോ നീ എൻ്റെ കൂടെ, വാക്കുകളില്ല വായ്മൊഴി തേടി. തെളിനീരു പോലെ മനസ്സാകെ മാറ്റും, പറഞ്ഞൊന്നു തീർക്കാം പരിഭവമെല്ലാം. പിരിയില്ലൊരു നാളിലും
അഴകുള്ളൊരു ജീവിതം ഏതേതോ ജന്മമോ നിറവേറാദാശകൾ തരുകയോ നീ പിരിയില്ലൊരു നാളിലും അഴകുള്ളൊരു ജീവിതം മതിയോളം തരികയോ നീ. ഐ ലവ് യു. ഒരു പെണ്ണ് ഒരു ചെറുക്കനോട് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ അവൻ എന്തൊക്കെ കാണിച്ചു കൂട്ടും. തൊട്ടടുത്ത ദിവസം തന്നെ അവളെ ഓഫീസിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, ഐ എം ലിവിങ്. ബൈ. വൈകിട്ട് പെർഫെക്റ്റ് ആയിട്ട് പിക്കപ്പ് ചെയ്യും. ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. ഇനിയും ശുദ്ധമായി മലയാളീകരിച്ചിട്ടില്ലാത്ത പദങ്ങളായ പാക്കിംഗ്, ബോഡി ഗാർഡിംഗ്, ഷോപ്പിംഗ് തുടങ്ങിയ പല ഇങ്ങുകൾ പഠിച്ചു തുടങ്ങും. അങ്ങനെ പഠിച്ചു തുടങ്ങുമ്പോൾ അതിന് പ്രതിഫലമായി ഇടയ്ക്ക് ഓരോ ഉടുപ്പുകളും കിട്ടും. എന്താ? പാവം, ഇന്ന് ആ ഭാഗ്യവും ഇല്ലാതായി. കണ്ണാടി മേശയ്ക്ക് മുമ്പിൽ മുഖത്തോട് മുഖം നോക്കി ഇരുന്നു കൊണ്ട് വാരി വലിച്ചു സ്വപ്നം കാണും. എനിക്ക് IBC കമ്പനിയിൽ നിന്നൊരു ഇൻ്റർവ്യൂ കാർഡ് വന്നിട്ടുണ്ട്. നാളെ രാവിലെ 10 മണിക്ക്. അതൊന്നും വേണ്ട. BPO ജോലി. ഞാനിപ്പോൾ ജോലിക്ക് പോവല്ലേ. MBA കറസ്പോണ്ടൻസി. നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പഴത്തിൻ്റെ ചാറ് പതിയെ നുകരുമ്പോഴും അവളുടെ കൈവിരലിൻ്റെ ശൃംഗാരഭാവങ്ങൾ അവൾ അറിയാതെ അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സേറ നാളെ പാർട്ടിക്ക് വിളിച്ചിട്ടുണ്ട്. 2 o'clock. പോണമെന്ന് നിർബന്ധമാണോ? ശരി, ഞാൻ പോകുന്നില്ല. ഓക്കെ. ഓക്കെ. ഇപ്പം എങ്ങോട്ടേ പോകുന്നേ? ടോയ്ലറ്റിൽ പോണം. എന്താ പോണ്ടേ? എന്നാ പോയിട്ടോ. പിന്നീട് ഒരു പൗർണമി ദിവസം ഇരുവരും കെട്ടിപ്പിടിച്ച് ഉമ്മകൾ അന്യോന്യം പകർന്നു കൊടുക്കും. പിന്നീടൊരു പൗർണമിക്ക് കിടപ്പറ വാതിൽക്കൽ കൊഞ്ചിക്കൊഴിഞ്ഞ് കെട്ടിപ്പിടിച്ച് അകത്ത് കയറി വാതിൽ ചാരി കിടന്നുറങ്ങും. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം യുവകോമളനായ കാമുകൻ അവളോട് ചോദിക്കും, ഈ ഫേസ്ബുക്കിൽ എങ്ങനെയാ നിനക്ക് 2748 ഫ്രണ്ട്സ് ആയത്? അല്ല, എനിക്കൊക്കെ ആകെ 10-15 ഫ്രണ്ട്സേ ഉള്ളേ. നിനക്ക് കൂട്ടുകാരില്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ? ഇതാരേ ഈ അരുൺ കെ വിശ്വ? ആ, എനിക്കറിയില്ല. ഫ്രണ്ടിന്റെ ഫ്രണ്ടായിരിക്കും. നിന്റെ ഫോട്ടോയ്ക്ക് നല്ല ഗോർജിയസ് ആയിട്ടുണ്ടെന്നൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ. സോ ആരാണെന്ന് പോലും അറിയാത്തൊരുത്തൻ. നീ സുന്ദരനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ? സോ യു ലൈക്ക് ഇറ്റ്? യാ, ഓഫ് കോഴ്സ് ഐ ലൈക്ക് ഇറ്റ്. ഇങ്ങനെ പല സംശയങ്ങളും ഉണ്ടാവാം. സ്കേർട്ട് ആ, സ്കേറ്റ്. ഇതിങ്ങനെ ഇത്രയും ഷോർട്ടാക്കാതെ ആ മുട്ടിന് കുറച്ചുകൂടെ താഴെയുള്ളവർ വാങ്ങിച്ചിട്ടൂടെ? ആ, അതല്ല, മറ്റുള്ളവർ നോക്കുമ്പോൾ അവരുടെ നോട്ടം എങ്ങോട്ടാ പോകുന്നത് നമുക്കറിയില്ലല്ലോ. നിനക്കങ്ങനെ തോന്നിയോ? ഇല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. മറ്റുള്ളവർ അനാവശ്യമായിട്ട് നോക്കുമല്ലോ എന്ന് പറഞ്ഞ്. എന്റെ സ്കേർട്ടിനെ പറ്റിയൊന്നും പറയണ്ട. എങ്ങനെ വസ്ത്രധാരണം ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എടോ, നീ അതൊന്നും ഞാൻ ആലോചിച്ച് ദേഷ്യപ്പെടില്ലേ? ബുദ്ധിമുട്ടണ്ട. ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നീട് ഹാപ്പി ബർത്ത്ഡേ ആൽത്തിയ. എടോ, ഇന്ന് ഓഫീസിൽ പോകുന്നില്ലല്ലോ അല്ലേ? തുടങ്ങിയോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഐ ഹാഡ് ടു ഗോ ടു വർക്ക്. നോ, യു ആർ സ്പെൻഡിങ് ദ ഡേ വിത്ത് മീ. പറ. എന്തു പറയാൻ? എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ലിഫ്റ്റിൽ വെച്ചല്ലേ പറയുള്ളൂ. പറയാൻ വേണ്ടിയല്ലേ വന്നിരിക്കണേ. പറ. അത് വേറൊന്നുമല്ല. ഫേസ്ബുക്കിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേയുടെ പിക്സെല്ലാം കണ്ടു. അപ്പോൾ ഓഫീസിൽ എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത് തന്നെ ഹഗ് ചെയ്യുന്നതൊക്കെ കണ്ടു. ഒരുപാട് പേര് ഗിഫ്റ്റൊക്കെ വാങ്ങിത്തരുന്നത് കണ്ടു. അതാ ഈ വർഷം തന്നെ എൻ്റെ കൂടെ. ഇതിനാണോ ലീവ് എടുക്കെന്ന് പറഞ്ഞത്? നോക്ക്, നിനക്ക് ഫേസ്ബുക്ക് പാസ്വേഡ് തന്നത് അതിനകത്ത് ഒരു ചെകയാൻ വേണ്ടിയല്ല. കഷ്ടം. അയ്യോ, അത് അങ്ങനെയൊന്നുമല്ല. സോറി. ഇറ്റ്സ് ഓക്കെ. സോറി ആൽത്തിയ. ഇറ്റ്സ് ഫൈൻ. ജസ്റ്റ് ലിവ് ഇറ്റ്. I
ഐ ഡിഡ് മീൻ ടു ഹേർട്ട് യു. ഇറ്റ്സ് ഓക്കെ. പിന്നീട് ഹായ്, അവനെവിടെ? അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അവനോട് കൊണ്ടാക്കി. എന്താ പാർട്ടിയൊക്കെ കഴിഞ്ഞോ? ഇത് അവിടെ തന്നെ ആരും വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ പുറകിൽ. എന്റെ ബോസാ. ഓ, ബോസാണോ? എന്നാ പോയിട്ട് പോട്ടു. ഹേയ്, ഏതിനെ പോലെ തന്നെ റോഡിൽ വെച്ച് ഗിഫ്റ്റ് കഴിച്ച് നോക്കുകയാണോ കൊച്ചു കുട്ടികളെ പോലെ? അതെ അതെ, ഞാൻ ഒരു മണ്ടനായതുകൊണ്ടാണല്ലോ എനിക്ക് ഈ അവസ്ഥയൊക്കെ വന്നത്. എന്താ ഇത്? ഇതിലെന്താ എഴുതിയിരിക്കുന്നു നോക്കി. ഹോപ്പ് ദിസ് ഫിറ്റ്സ് യു. അതിന് ഇതിന്റെ അർത്ഥം എന്താ? എന്താണെന്ന് നിനക്കറിയില്ലേ? ഇതിന്റെ അർത്ഥം എന്താണെന്നാ ഞാൻ ചോദിച്ചത്. പ്ലീസ് എന്റെ ഓഫീസിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഒന്നും പെരുമാറാതെ. ആദ്യം ഇതിന്റെ അർത്ഥം എന്താന്ന് പറ. നിനക്ക് ചേരുമോന്ന് ചോദിക്കണേ, മതിയോ? ഓ, അവനെങ്ങനെ അറിയാം? പ്രഭു പ്ലീസ്, ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, അത് സ്പോയിൽ ചെയ്യരുത്. അവൻ എങ്ങനെ ഇതറിയാം? പ്രഭു, ഇത് റോഡാണ്, ഇങ്ങനെയൊന്നും പെരുമാറരുത്. ആൽത്തിയ, അവൻ എങ്ങനെ ഈ കാര്യം അറിയാം? അവനടുത്ത് പോയി ചോദിക്കാം, അവൻ ഓഫീസിലുണ്ട്. ഓ, ആ റോബിൻസ് എന്ന് പറഞ്ഞവനല്ലേ? അവനെ വിളിക്ക്, ഞാൻ ചോദിക്കാം. വണ്ടി എടുക്ക്. അവൻ മുകളിൽ ഓഫീസിലല്ലേ ഇരിക്കുന്നത്? നീ പോയി ചോദിക്കണോ അതാ ഞാൻ വന്ന് ചോദിക്കണോ? ആൽത്തിയ, 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 ആൽത്തിയ നിക്ക്. ആൽത്തിയ, ആൽത്തിയ നിന്നേ. ആദ്യം പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒന്ന് വണ്ടിയിലോട്ട് കയറുന്നേ, വാ. സത്യമായിട്ട് ഞാൻ അതേപ്പറ്റി ഒന്നും ചോദിക്കില്ല. നീ ധൈര്യമായിട്ട് വന്ന് കയറും. പ്രോമിസ്? സത്യമായിട്ട് ഞാൻ ചോദിക്കും. വാ കയറും. എന്നാ പോവാം. പോ. ആട്ടത്തിന്റെ ബോയ് ഫ്രണ്ട് എന്ത് പറഞ്ഞു? ഹാപ്പി ബർത്ത്ഡേ എന്നാ പറഞ്ഞ. ഓ, അത് നടു റോഡിൽ കെട്ടിപ്പിടിച്ചെന്ന് പറയണോ അല്ലേ? ദേ ഇങ്ങോട്ട് നോക്കി. ഞാനൊരു മണ്ടനൊന്നുമല്ല നീ പറയുന്നതൊക്കെ കണ്ണടച്ച് വിശ്വസിക്കാം. ശരി, കോർപ്പറേറ്റ് ലൈഫിൽ ഹഗ്സ് ഒക്കെ കൊടുക്കുന്നത് സാധാരണയാണ്, എനിക്കതൊക്കെ മനസ്സിലാവും. ശരി, പൊസസീവ് ആണെന്നിരിക്കട്ടെ, അത് മനസ്സിലാക്കാം. പക്ഷെ അവനെ എഴുതിയിരിക്കുന്നുണ്ടോ? അങ്ങ് എഴുതിയിരിക്കുന്നുണ്ടോ? എന്തിനാ എന്തിനാ അവനങ്ങനെ എഴുതുന്നേ? അതിന്റെ അർത്ഥം നീ ഇപ്പൊ വണ്ടി എടുക്ക്. സിഗ്നലായി പോയി. ദേവി തന്നെ ക്ഷമയെ പരീക്ഷിക്കില്ല. എന്തെങ്കിലും വാറൊന്നും പറ. അങ്ങനെയൊക്കെ എഴുതാൻ മാത്രം അവനെവിടുന്നാ ധൈര്യം കിട്ടിയത്? നീ അവനും അത്രയ്ക്ക് ക്ലോസ് ആണ്? എന്തെങ്കിലും ഒന്ന് പറ. അവനെങ്ങനെ നിന്റെ സൈസൊക്കെ കറക്റ്റായിട്ട് അറിയുന്നേ? എന്തെങ്കിലും ഒന്ന് പറയടി. പറയടി, അവനെങ്ങനെ സൈസ് അറിയുന്നേ? ഹൗ ടു സീ നോ? പറ. എപ്പോ നോക്കിയാൽ എന്തെങ്കിലും മുട്ടിന്യായങ്ങളും വാദങ്ങളും പറഞ്ഞ് നീ എന്റെ വായ അടപ്പിച്ചോണ്ടേ. അവൻ എങ്ങനെ നിന്റെ സൈസ് അറിയാം? പറയടി. അവൻ എങ്ങനെ നിന്റെ സൈസ് അറിയാം? നിന്റെ സൈസ് നീ പറയടി. പോടി. പിന്നീട് സോറി ദിയ, എന്നെ കരയല്ലേ ദിയ? എടി ഞാൻ പറയുന്നത് കേക്ക്. ഐ വാസ് ഔട്ട് ഓഫ് കൺട്രോൾ. ഞാൻ പറയുന്നത് കേക്ക്. എടി സോറി സോറി ദിയ. എടി പ്ലീസ്, എടി കരയല്ലേ പ്ലീസ്, കരയല്ലേ ദിയ. എന്നെ വിട്ടിട്ട് നീ പോയെന്ന് വിചാരിച്ചു, അതാ. ദിയ, എന്നെ പറഞ്ഞു വിടുവാണോ? പോണെന്ന് നമ്മൾ പറഞ്ഞിട്ട് പോയിക്കോ, ഓക്കെ? എന്റെ ജീവിതത്തിൽ ആരെയും ഞാൻ ഇങ്ങനെ കരുതിയിട്ടില്ല, ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല, വിശ്വസിച്ചിട്ടില്ല. എനിക്ക് ഇങ്ങനെ ഗതി വന്നല്ല. ഞാൻ ഇത്തിരി ഒന്ന് പോസിറ്റീവായി പോയെന്നുള്ളൂ, നീ ക്ഷമിക്കും. ഒരു പെണ്ണ് ഒരു ചെറുക്കനോട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നിന്നെ അത്രയ്ക്കും വിശ്വസിക്കുന്നു, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ അതിനുശേഷം അവൻ എന്തെല്ലാമായിരിക്കും ചെയ്യുക? അങ്ങനെ. ഹായ്. ആരാ ഇത് വരച്ചത്? ഞാനും ബിയർഡ് വാലയും. റിയലി?
ഇതാരാ? ഇത് ബിയർഡ് വാല. ഇത് ഇത് ഞാൻ. ഇത് മമ്മി. ഞാനോ? ഇതെന്താ? ഇത് നമ്മുടെ സ്വീറ്റ് ഹോം. വാവ്, വെരി ഗുഡ് ബേബി. ആ ശരി, നാളെ മമ്മി ഡൽഹിക്ക് പോവാ. മോനി താടിക്കാരൻ്റെ കൂടെ നിൽക്കില്ലേ? ഓക്കെ, ഐ ലവ് ബിയർഡ് വാല. നാളെ ഡൽഹിക്ക് പോകണം. ബോസിന്റെ ഒഫീഷ്യൽ ട്രിപ്പ്. പിന്നീട് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആസ് യൂഷ്വൽ നിന്റെ ബോയ് ഫ്രണ്ട് 4 പ്രാവശ്യം ഫോണിൽ വിളിച്ചിട്ടുണ്ട്. ഗോ ഗീവ് യുവർ അറ്റൻഡൻസ്. ഹലോ, ഞാൻ ഓഫീസ് വന്നോടനെ നിന്നെ വിളിക്കുമെന്നറിയില്ലേ? എന്താ ഇത്ര അത്യാവശ്യം ഇങ്ങനെ ഫോൺ വിളിച്ചോണ്ടിരിക്കാൻ? താൻ ഫോണോട് മറന്നു വെച്ചില്ലേ? സോറി. ശരി, ഫോൺ ചാർജ് ചെയ്ത് വെക്കാമോ? വൈകുന്നേരം ഫ്ലൈറ്റിൽ പോകേണ്ടതല്ലേ? ചാർജ് ചെയ്തിട്ട് കണ്ടവനോട് മരുന്നോടൊക്കെ കുത്തിക്കൊണ്ടിരിക്കാനല്ലേ ഫോൺ? ഹാ, നിന്റെ ബോസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓ എന്താണ്? നല്ല സ്റ്റാൻഡേർഡുള്ള ഭാഷ പറഞ്ഞാലേ 2 ദിവസം മീറ്റിങ്ങിന് വേണ്ടി പുറത്തോട്ട് വല്ലതും പോയാലോ എന്ന്. അതിന് കുറച്ച് ലോക്കൽ ഭാഷ പറഞ്ഞാലേ 2 ദിവസം എവിടെയെങ്കിലും വിട്ട് പരിപാടിയൊക്കെ നടത്തിയിട്ട് വന്നാലോ എന്ന്. നീ അവൻ്റെ കൂടെയാണ് ഡൽഹിക്ക് പോകുന്നത്? ഇന്നേക്ക് എന്നാ പ്രശ്നം? ഒന്നുമില്ല. ഇന്ന് ഞാൻ ഡൽഹിക്ക് പോവല്ലേ? നമ്മുടെ കിഴങ്ങൻ സ്റ്റുപ്പിഡ് ബോസ് ഒരു വൃത്തികെട്ട മെസ്സേജ് അയച്ചിരിക്കുന്നു. അതവൻ കണ്ടായിരുന്നു. അതാ. വാട്ട്? ഓ, മൊബൈൽ ചെക്ക് പണിയാച്ചാ? സോ ചീപ്പ്. എന്റെ ഹസ്ബൻഡ് അങ്ങാനും എന്റെ ഫോണിൽ തൊട്ടാ വെട്ടും ഞാൻ. ഇപ്പടിയല്ലേ ഇമ്പോർട്ടൻസ് നീ കൊടുത്താ തല തന്നെ കയറി അങ്ങ് നിരങ്ങും. ദ മിസ്റ്റേക്ക് ഈസ് ഓൾ യുവേഴ്സ്. ഇല്ലടി, അവൻ്റെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്. അവനിതൊക്കെ പുതിയതാ. ഇപ്പടിയേ സൊല്ല്. ഹായ് വിശ്വ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഫോൺ എടുക്കടി, ഫോൺ എടുക്കടി, ഫോൺ എടുക്ക. You wanna go for coffee? Now? Come, let's go for coffee. ഫോൺ എടുക്കടി, ഫോൺ എടുക്ക. ഹലോ. ഹലോ, ഫോൺ വെക്കരുത്. വെക്കുന്നില്ല. ജോലി ഞാൻ സമ്മതിക്കാതെ വിളിച്ച് ടാർച്ചർ ചെയ്തോണ്ടിരിക്കുന്നോ? നിനക്ക് എന്ത് വേണം? അവനെ ചെക്കുന്ന മെസ്സേജ് കണ്ടില്ലേ? നീ അവൻ്റെ കൂടെ പോരുത്. അവന്റെ കൂടെ പോയാൽ നിനക്കെന്താ? പോയില്ലെങ്കിൽ നിനക്കെന്താ? എടി, അവൻ ഒരുപാട് പരിധി വിടുന്നുണ്ട്. അത് നിനക്ക് അവൻ എങ്ങനെ മീൻ ചെയ്താലും നിനക്കെന്താ? അവന്റെ കൂടെ കിടക്കണോ കിടക്കണ്ടോ എന്ന് തീരുമാനം എടുക്കേണ്ടത് ഞാനോ അവനല്ല. അത് മനസ്സിലാക്ക്. നോക്ക്, ഞാൻ ഈ ജോലി 10 വർഷമായിട്ട് ചെയ്തോണ്ടിരിക്കുക. ആരെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഐ നോ ഹൗ ടു ടേക്ക് കെയർ ഓഫ് മൈസെൽഫ്. ബോഡി ഗാർഡ്സിന്റെ ആവശ്യമില്ല. നിനക്ക് പ്രേമാണെങ്കിൽ അത് മാത്രം ചെയ്യും. ഒന്നും നോക്കാനില്ല. എനിക്ക് 100 കൂട്ടം ജോലിയുണ്ട്, വീട്ടിലും ജോലിയുണ്ട്. ഐ വിൽ കോൾ യു ലേറ്റർ. ഞാൻ ബിൽഡിങ്ങിന് മുകളിലാ. നീ ഫോൺ വെച്ചാൽ ഞാൻ അവിടെ നിർത്തി ചാടും. ഏയ്, നീ ചാടണമെങ്കിൽ ചാടിക്കോ. നിങ്ങൾ എന്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയച്ചോ? അയച്ചോ ഇല്ലയോ? അതിലിപ്പോ എന്താ തെറ്റ്? ഓ, അതിലെന്ത് തെറ്റെന്നോ? ഒരു തെറ്റുമില്ല. നിങ്ങൾ ഈ ഓഫീസിലെ മോസ്റ്റ് പെർഫെക്റ്റ് ജെന്റിൽമാൻ. ഇതാണ് നമ്മുടെ ഓഫീസിലെ ഏറ്റവും നല്ല മനുഷ്യൻ. വാ വാ, നമുക്ക് ക്യാബിനിൽ ഇരുന്ന് സംസാരിക്കാം. നിന്നെയൊക്കെ ഡൽഹിയിലേക്കല്ല, ഇവിടുത്തെ ലിഫ്റ്റിൽ പോലും നിന്റെ കൂടെ വരില്ല. Throw in your fucking job. You wanna find me? Go ahead. റിലാക്സ്. നമ്മുടെ ഓഫീസിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ട്. ഇന്നത്തെ എൻറ്റയർ ഓഫീസിൽ ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആവശ്യമാണെന്ന് തോന്നുന്നു. എല്ലാവരും നിങ്ങളുടെ ജോലിയിൽ നിന്ന് ഫോക്കസ് ചെയ്യൂ. ഓക്കെ, ഗെറ്റ് ബാക്ക് യുവർ ജോബ്. കം. വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? ടെൽ മീ. എന്താ? നീ ഡൽഹിക്ക് പോകുന്നുണ്ടോ? പോയാ നിനക്കെന്താ? പോയില്ലെങ്കിൽ നിനക്കെന്താ? ഞാൻ ബാഗ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ പോയാൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകും. പോടാ. ലിസൺ ചെയ്യാ.
സത്യമായിട്ട് ഞാൻ വീട് വിട്ടു പോകും. ദേ സത്യമോ കള്ളമോ വാതിൽ അവിടെയാ, പോയി തൊലൈ പോ. നീയല്ലേ പറഞ്ഞ പോവാണെ പറഞ്ഞിട്ട് പോണോ? പറഞ്ഞില്ലേ ഇറങ്ങി പോടാ. ഇവിടെ വാടി, നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? എന്ത് പറഞ്ഞാലും മൈൻഡ് അതങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാതെ. എന്നെ കണ്ട് നിനക്കൊരു ചെറ്റയെ പോലെ തോന്നുന്നുണ്ടോ? പറയടി, ഞാൻ ചെറ്റയാണോ? തന്നടാ നീ ഒരു ചെറ്റ തന്നെയാ. എല്ലാവർക്കും മെസ്സേജ് അയക്കാം, മണാലി പോവാം കുണാലി പോവാന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ ചോദിച്ച വലിയ തെറ്റ്. ഞാൻ ചോദിച്ച അത്രയ്ക്ക് വലിയ തെറ്റാ മതി. നീ ആരുടെ എന്നെ ചോദ്യം ചെയ്യാൻ? നീ ആരുടെ എന്റെ? ഞാൻ ആരാണ്? എന്റെ ചെലവും തിന്ന് എന്റെ നീ അങ്ങനെ ചുവന്നു കൊടുത്തിരിക്കുന്നോണ്ടല്ലേ നിനക്ക് നെകളിപ്പൊക്കെ. ഈ സൗന്ദര്യമൊക്കെ കുറച്ചു പുഴുവരിച്ചില്ലാതെ ഇവൻ എന്തിനാ നിനക്ക് 6 മാസത്തേക്ക് വീട് വെറുതെ ആയിരുന്നു? അവന്റെ കൂടെ കിടന്നു. നീ ശരിക്കൊരു ബിച്ചാടി. നിന്റെ അമ്മ പറയുന്നത് ശരി തന്നെയാ. നീ ശരിക്കൊരു ബിച്ചാടി. നീയേ നിന്റെ ബോസിനൂടെ കിടന്നുണ്ടോ? അത് കണ്ടിട്ടാടി നിന്റെ കെട്ടിയോ നിന്നെ ഇട്ടിട്ട് പോയി. ഇപ്പൊ എനിക്കറിയാം എന്തുകൊണ്ടാ പെണ്ണ് നിന്നെ വിട്ടിട്ട് പോയെന്ന്. ഒരു പെണ്ണിന് നിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല. നീ കള്ളനേക്കാൾ മോശം, കൊലയാളിയേക്കാൾ മോശം. മമ്മി It's okay. Don't cry. ഞാനാണോ റേപ്പിസ്റ്റ്? വാടി, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. നീ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി വേണോ അല്ലേ? നിനക്ക് അത് തന്നെയല്ലേ വേണ്ടേ? പോ, ആദ്യം പുറത്തു പോ. നീ ആദ്യം പുറത്തു പോയിട്ട് ഞാൻ മറുപടി തരാം. വെളിയില് നിനക്ക് മറുപടി അല്ലേ വേണ്ടത്? നായെ കുളിപ്പിച്ച് കട്ടിലി കിടത്തിയോ എന്താകുമെന്ന് നീ കാണിച്ചു. പുറത്തു പോടാ. പറയുന്ന കേക്ക്, കഥ തുറക്ക്. ആകാശം മുട്ടി നിൽക്കുന്ന മാളികയിൽ നിന്നുയരുന്ന അപശബ്ദങ്ങൾ, നിലവിളികൾ, കടൽ കടന്നുവരുന്ന നീർപ്പറവകൾ, തടാകങ്ങൾ, പ്രാവുകൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, തടാകത്തിൽ മുളച്ച വീടുകൾ പണിയുവാൻ വന്ന ബീഹാറികൾ, ബംഗാളികൾ, ലോകഭാഷ സംസാരിക്കുന്ന IT ജീവനക്കാർ, വിദേശികൾ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർ, ഇവർക്കെല്ലാം ആഹാരം കൊടുക്കാൻ വന്ന ഹോട്ടലുകൾ, തുണിക്കടകൾ തുടങ്ങി എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ തരമണിയുടെ സൂര്യാസ്തമയം ഇങ്ങനെയും നടക്കുന്നു. ചേട്ടാ 2 ദോശ. മമ്മി എന്താ? ഹീറോ എപ്പോ വരും മമ്മി? പെട്ടെന്ന് വരും. ഓക്കെ. നിന്നെ കടലോളം സ്നേഹിക്കുന്നു, മലയോളം വെറുക്കുന്നു. എന്നും എന്നും എൻ്റെ നല്ലേ വെൺമുകിലേ നീയും, പല നാളായി നിന്റെ ഓർമ്മകളേറുകയായി, രാവും പകലും മായുന്നെങ്ങോ മൂകമേതോ, കഥ എന്തേ ഇന്നും മാറുന്നെന്നോ
ഒരു ശോകമില്ല. എന്നോ ദൂരത്തെങ്ങോ കണ്ടല്ലോ നിഴലോ ഈ ചെറുതിരയിലലകൾ നുരചിതറി മനമൊരുകിയൊഴുകുമാ നിമിഷമിതോ ഇതു നിലവിലലിയുമൊരു മോഹമതായി. കാതോരമെത്തും നിന്റെ ശബ്ദം അതു മനസ്സിൽ കേൾക്കാൻ ഇനിയും കഴിയും. ഹലോ, ഉള്ളിൽ സ്നേഹക്കടലല്ലേ നിൻ വരമോ എന്നിൽ വരമായി തീരുന്നേ. എന്നോർമകളെന്നും നിഴലായി തുടരും അതുപോലെന്നോ നീ എന്നും. ഇനി പിരിയുവതെന്തിനു നീ നിന്നെ കടലോളം ഞാൻ സ്നേഹിച്ചേ നിന്നെ മലയോളം ഞാൻ മറന്നിടും. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ നീയോ ഞാനോ? ഹലോ. ഹലോ, ആരാ ഇത്? ഓ, എന്താ കാര്യം? എവിടെയാ വരണ്ടേ? I'll try. വാ. ഇയാൾ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചുമ്മാ വിളിച്ചെന്നേ ഉള്ളൂ. താങ്ക്സ്. ഇതാ കോഫി. എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ എവിടെയുണ്ട്? വിസയുടെ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയിരിക്കുക. വരാനൊരു 10 മിനിറ്റ് ആവും. ഓ, അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ ഇവിടുന്ന് പോകണമല്ലേ? ഇതെന്താ? ചോക്ലേറ്റ്സ്. ഞാൻ ചെയ്ത തെറ്റ് ഓർക്കാത്ത ദിവസമില്ല, വിഷമിക്കാത്ത ദിവസങ്ങളില്ല. അതെനിക്കറിയാം, കണ്ടപ്പോഴേ മനസ്സിലായി. ഞാൻ ചെയ്ത തെറ്റ് പൊറുക്കാനാവാത്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതെന്തൊക്കെ പറഞ്ഞാലും ശരിയാവില്ലെന്നും എനിക്കറിയാം. ചെയ്യേണ്ടി വന്നാൽ ചെയ്യണം. ശരിയാക്കണമെന്ന് വിചാരിച്ചാൽ എന്ത് വേണമെങ്കിലും ശരിയാക്കാം. എങ്ങനെ ശരിയാക്കും? എൻ്റെ കൂടെ കിടക്കണം. വാട്ട്? ഓ, ഫോറിൻ പെണ്ണിനോട് മലയാളം പറഞ്ഞിട്ടെന്താ? സ്ലീപ് വിത്ത് മീ. അങ്കിത്, എനിക്കൊരു സംശയം. എന്താ? എനിക്ക് മാത്രമാണ് ഇങ്ങനത്തെ മെസ്സേജ് അയക്കുന്നത്, അതോ എല്ലാ പെണ്ണുങ്ങൾക്കും അയക്കോ? ആൽത്തിയ, ഐ എം നോട്ട് എ വുമണൈസർ. ഞാനൊരു പെൺകോന്തിരൊന്നുമല്ല. പിന്നെന്തിനാ അയച്ചേ? നിങ്ങളെ കാണാൻ കൊള്ളാം. യു ആർ എ സെക്സി, നോ? ഓഫീസിൽ കാണാൻ കൊള്ളാമെന്നായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ തിയറിയിൽ ഈ ലോകത്തിൽ ബ്യൂട്ടി അല്ലാത്തൊരു പെണ്ണുമില്ല. Then why me? Why? തനിയെ താമസിക്കുന്നു, സ്റ്റൈലിഷ് ആണ്, സ്കേർട്ട്, യു സ്മോക്ക്. ഇതെല്ലാം ഒരു ട്രൈ അല്ലേ? ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞോളൂ. ദർ ഇസ് നത്തിങ് റോങ്. ഞാൻ ചെയ്തൊരു തെറ്റെന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഓ, അതാണോ നിങ്ങൾ ചെയ്ത തെറ്റ്? ഹേ 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 ഹേ, ഐ ആം നോട്ട് ഈവൽ.
ഞാനൊരു വൃത്തിയിട്ടവനാണോ? റിമെമ്പർ, ഐ ആം യുവർ ബോസ്. അന്ന് തന്നെ വേണമെങ്കിൽ നിങ്ങളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടായിരുന്നു. നമ്മൾ രണ്ടുപേരും ഒരു ഓഫീസിലല്ലേ ജോലി ചെയ്യുന്നത്. എന്നിട്ട് സംസാരിക്കാതിരിക്കുന്ന വളരെ ബോറായി തോന്നി. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഓക്കെ, നമ്മളൊന്ന് കൂൾ ആവട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. ആൻഡ് ഐ ആം ജസ്റ്റ് ഹൗ മെനി ഫ്ലാറ്റ്. ഞാൻ നിന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ? എന്തുപറ്റി, മിണ്ടാട്ടൊന്നും ഇല്ലല്ലോ. നീ ആ ഷ്രഗ് കുറച്ചൊന്ന് മാറ്റിയിട്ടെ. സ്മൈൽ. One more? Of course. എടി നീ ഇങ്ങോട്ട് നോക്കി. എടി നോക്കാൻ. എടി നീ ക്യാമറയിലോട്ട് നോക്ക്. എടി നോക്കടി. ഹലോ, എടി നിന്നോടാ പറഞ്ഞ. ഓക്കെ, തൽക്കാലത്തേക്ക് ഇത് മതി. അങ്കിത്, നീ നല്ലവനാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാനത്ര നല്ലതല്ല. നിനക്കത് നാളെ മനസ്സിലാകും. ഇതെന്താ താലി ഇവിടെ ഇരിക്കുന്നത്? കുളിക്കാൻ പോയപ്പോൾ ഒരു വെച്ചതാണോ? ഏതാണ്ട് ഒരു 10 പവൻ ഉണ്ടാവും അല്ലേ? കുറേ പൈസയാവും. ഇവിടെ നോക്ക്, എൻ്റെ കയ്യിൽ 3 ഫോട്ടോ ഉണ്ട്. എൻ്റെ കെട്ടിയോൻ 15 മിനിറ്റിൽ വരും. 3 ലക്ഷം രൂപ. അത് കിട്ടിയില്ലെങ്കിൽ എൻ്റെ കെട്ടിയോൻ വരുന്നവരെ ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ പോവാം. ഹാളിലേക്ക് പൈസ ഇതെന്തിനാ ഞാൻ പൈസയിലേ ചോദിച്ചത്? തുറന്നു നോക്ക്. കാശ് തന്നാ നീ വാങ്ങത്തില്ലെന്ന് ഓർത്താ ഞാൻ ചോക്ലേറ്റ് ബോക്സിനകത്ത് വെച്ച്. ഫോറിനിൽ നിന്ന് ഞാനൊന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ അച്ഛന് പലിശയ്ക്ക് കാശ് കൊടുത്തവരെല്ലാം നീ ഇപ്പോൾ ചെയ്ത പോലെ അവർ ദിവസവും ചെയ്തേനെ. ഇതിൽ 5 ലക്ഷം രൂപ ഉണ്ടല്ലോ. ഞാൻ നിനക്ക് പലിശയ്ക്കാന്നൊന്നുമല്ല. 2 ലക്ഷം. ഫോട്ടോസ് ഇപ്പം തന്നെ കളഞ്ഞേക്കാം. വേണ്ട, അത് സാരമില്ല. ഞാൻ കാശ് തന്നില്ലെങ്കിലും നീ ഇതൊന്നും വെച്ച് ഒന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട നല്ലൊരു മനുഷ്യൻ അത് നീ മാത്രം. എടാ അവിടെ നിന്ന് തോന്നിയ ദിവസം കാണിക്കാടാ. എടാ ഞാൻ പറയുന്നത് കേട്ടില്ലടാ പൊട്ടങ്ങണാപ്പാ. ഡാ, ബർണാബാസിന്റെ ബൈബിൾ വാക്യം നിനക്കറിയാവോ? സൂപ്പർ സാർ. അതെ 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 അതെ. ആ ബർണബാസ് പറഞ്ഞത് വേദവാക്യം. അവൻ നല്ലവൻ, ഞാൻ ചീത്ത. കൊള്ളാം സാറേ, സൂപ്പർ സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. ഇതെന്തത്? ആ വീനസേച്ചി ഇന്നും കുറിപ്പ് തന്നിട്ടുണ്ടോ? കുറച്ചും പറയുന്നുണ്ടായിരുന്നല്ലോ, മരുന്ന് ഭക്ഷണം ആണാലും ഭക്ഷണം മരുന്നാണ്. കണ്ടില്ലേ? ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വെള്ളം കുടിക്കാൻ പാടില്ല. ഭക്ഷണത്തിന് ശേഷം മഞ്ഞ ടാബ്ലറ്റ് നിർബന്ധമായും കഴിക്കണം. ഇനി റോസിക്ക് പതിവ് പോലെ ബിസ്ക്കറ്റ് കൊടുത്ത് എപ്പോഴും കൂടെ തന്നെ ഇരുത്തണം കൂട്ടിന്. സാറേ, വീനസിനെ പോലെ നല്ലൊരു ഭാര്യ ഉള്ളതുകൊണ്ട് സാർ സൗമ്യ എങ്ങനെ ന്യായീകരിച്ച് സംസാരിക്കും? സാർ ഒന്ന് നോക്ക് സാർ. കാറ്റടിക്കുന്നുണ്ടോ? കാറ്റടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ സാറേ. 2 വർഷം ഇവിടെ ഉണ്ടായിരുന്നില്ലേ? എനിക്ക് മെസ്സേജില് FB-യിലോ വാട്സപ്പിലോ ഒന്നും ഉണ്ടായിരുന്നില്ല സാർ. ഞാൻ എങ്ങനെ ജീവിച്ചിരുന്നാ അറിയാം സാറിന്? എങ്ങനെയായിരുന്നു എന്റെ ജീവിതം? ഇപ്പൊ നോക്ക് സാറേ, ഇപ്പൊ നോക്ക്. താടിയൊക്കെ വളർത്തി പിച്ചക്കാരനെ പോലെ റോഡിൽ അലഞ്ച് തിരിച്ച് സാറേ. സാറേ, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളല്ല സാറേ.
അതിനിടയിൽ മുടിയൊക്കെ സ്ട്രൈറ്റൻ ചെയ്ത് വേറൊരുത്തി വന്ന് അവള് എന്റെ ജീവിതത്തിൽ വന്ന് നശിപ്പിച്ചു സാറേ. ഞാൻ വെച്ച കഷ്ടപ്പാടുന്ന ഒരുത്തരും കണ്ടിട്ടുണ്ടാവില്ല സാറേ. സാറേ ആൽത്തിയ അവള് പറഞ്ഞ റേപ്പിസ്റ്റ് ആണ് സാറേ. റേപ്പിസ്റ്റ് ആണോ സാറേ? സാർ പറ സാറേ. അവളെ അടിച്ച് അവളെ കൊല്ലണം സാറേ. സാറേ എനിക്ക് അവളെ ആവശ്യമില്ല സാറേ. അവളെ അന്ന് തല്ലി കൊന്നുകളായിരുന്നു സാറേ. എങ്ങനെയാണ് അവളെ സാറേ? സാർ അവളെ കൊല്ലും സാറേ. അവളെ അടിക്കും സാറേ. കൊന്നാളെ സാറേ. അവളെ കൊല്ലും. എന്താണ് ചിലക്കാതൊന്ന് പോടാ. സാർ 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 സോറി സാർ. എന്റെ ദേഹത്തോട്ടേക്കരുത് കേട്ടല്ലോ. സോറി സാർ സോറി സാർ. സാറേ സാറേ ക്ഷമിക്ക് സാർ. എന്താ സാറേ? ഇല്ല സാറേ ഞാൻ വന്നതേ ഈ 3 ലക്ഷം സാറിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാ. ഇത് എൻ്റെ തന്നിട്ട് സാറേ കരിമ്പായുടെ പൈസയാ സാർ. അവർ ഈ നാട് വിട്ട് പോയി കളഞ്ഞു സാർ. അവരുടെ അഡ്രസ്സ് ഒരാൾ എനിക്ക് കളക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സാർ. അയാളെ നേരിട്ട് വേണ്ടി കാശ് കൊടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല സാർ. അതുവരെ സാർ ഈ പൈസ സൂക്ഷിക്കേ. ഇവിടെ വെച്ചോ. എന്റെ വീട് പോലും നിനക്കറിയില്ല. എന്നെ നീ വിശ്വസിച്ചാ പിന്നെ എങ്ങനെ? ഞാനൊരു പോലീസ് അല്ലേടാ. പിന്നെ എങ്ങനെ? എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ ആ സ്ഥാനത്ത് കണ്ടുള്ള ഒരേ ഒരാള് അത് സാറ് മാത്രം. ഞാൻ കുറച്ച് നേരം ഇരുന്നോട്ടെ. സാർ ഓർമ്മ ഇപ്പൊ തന്നെ അടിച്ചേക്കോ. വേണ്ട അടിക്കണ്ട. സാറേ സാറിനോട് തുറന്നു പറ സാർ. ഞാൻ റേപ്പിസ്റ്റ് ആണോ സാർ? ശരിക്കും ഞാൻ റേപ്പിസ്റ്റ് ആണോ സാർ? സാർ പറ സാർ. എന്തുവാടാ ഈ പറയുന്നത്? ഞാൻ അത്രയ്ക്ക് മോശമാണ് സാറേ. പറയൂ സാറേ. അങ്ങനൊന്നുമില്ല, നീ നല്ലവനാ. ഞാൻ ശരിക്കും നല്ലവനല്ലേ? അതേടാ എന്തോ നല്ലവനല്ലേ? ബർണബാസ് ചുമ്മാതല്ല ബൈബിളിൽ വചനം പറഞ്ഞത്. സാറേ ആൽത്തിയ ഉണ്ടല്ലോ, അവള് പറയുന്നത് സത്യമാ സാറേ. ആദ്യത്തെ അവൾ എന്നോട് അങ്ങനെ കാണിച്ചോണ്ടല്ലേ ഞാൻ ഇവളെയും വിശ്വസിക്കായിരുന്നു. അത് സംസാരിച്ചു ഓക്കെ ആവും. ഞാൻ നല്ല രീതിയിൽ ഡീൽ ചെയ്താൽ മതി. സംസാരിക്കേ സാറേ. ഒന്ന് പോ സാറേ. പകല് സംസാരിക്കാൻ പോയാ അവള് വഴക്കുണ്ടാക്കും. രാത്രിയാണെങ്കിലോ കള്ളു കുടിച്ചു കിടന്നു പറഞ്ഞു. ഇതിനിടയിൽ അവളോട് ഞാൻ എപ്പോ സംസാരിക്കാൻ പോകാ സാർ? ശരിയാവൂല സാർ. സംസാരിച്ച് തീർക്കടാ. ഞാൻ സംസാരിച്ച് ശരിയാവില്ല. എന്താ അങ്കിത്, എന്തിനാ ഇത്ര ടെൻഷൻ? വാ നമുക്ക് ക്യാബിലിരുന്ന് സംസാരിക്കാം. ഡോണ്ട് ജോക്ക് ആൽത്തിയ. ഞാൻ തമാശ പറഞ്ഞല്ല. ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് ദയവേത് വേഗം ഡിലീറ്റ് ചെയ്യണം. എന്റെ ഫേസ്ബുക്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത പിക്ചർ അതിന് അങ്കിതിനെന്താ? എന്റെ വൈഫ്, എന്റെ ഭാര്യ, അവള് നിന്നെ പോലല്ല. അവള് ട്രഡീഷണൽ സാരി കൊടുക്കുന്ന ടൈപ്സ്. എന്റെ മകളാണെങ്കിൽ ഒരു 14 years ടീനേജർ. അവരൊക്കെ ഇത് കണ്ടാ. ഐ എം സോറി അങ്കിത്, ദാറ്റ്സ് യുവർ ഷിറ്റ്. നീ തന്നെ ക്ലീൻ ചെയ്യണം. ബി എ ഗാന്ധിയൻ. നീ ഇതുപോലൊരു പെണ്ണാണെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ എങ്ങനത്തെ പെണ്ണെന്നാ വിചാരിച്ചേ? എന്താ ഇല്ലാന്ന്? ലിസൺ. എന്ത് ലിസൺ? ഓ, ഞാനൊരു ആംഗ്ലോ ഇന്ത്യൻ, മോഡേൺ, ഓപ്പൺ മൈൻഡഡ്. സോ നീ എപ്പോ വിളിച്ചാലും നിന്റെ കൂടെ കിടക്കണം അല്ലേ? എന്നിട്ട് സോറി പറയുമ്പോ ഞാൻ ചിരിച്ചങ്ങ് കളയണം അല്ലേ? എന്നാ ഇതൊന്നും ചെയ്യരുത്, അതാണ് പറയാൻ പോണേ. കാശ് എത്ര വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ തരാം. പ്ലീസ് പ്ലീസ് ഡിലീറ്റ് ചെയ്യൂ. നിങ്ങളെ ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് അങ്ങ് മാറ്റട്ടെ പ്ലീസ്. ഞാൻ എന്ത് ചെയ്യണമെങ്കിലും പറ, ഞാൻ ചെയ്യാം. പ്ലീസ്. നിന്റെ ഈ തിരുമോന്ന് കണ്ടോണ്ട് എനിക്ക് ഈ ഓഫീസിൽ ജോലി ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഈ ജോലി കളയാനും പറ്റില്ല. ബിക്കോസ് ഐ ഹാവ് നോ ചോയ്സ്. അതുകൊണ്ട് നീ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ പോയിക്കോളാം, എന്നാൽ അത് ഡിലീറ്റ് ചെയ്യേ പ്ലീസ്. എപ്പോ പോവും? എത്രയും വേഗം പോയിക്കോളാം പ്ലീസ്. എപ്പോ പോവെന്ന് പറ. ഞാൻ 1 മാസത്തിനുള്ളിൽ പോയിക്കോളാം പ്ലീസ്. അതൊന്ന് ഡിലീറ്റ് ചെയ്യ് പ്ലീസ് പ്ലീസ് പ്ലീസ്. ഞാൻ കാല് പിടിക്കാം പ്ലീസ്. പ്രോമിസ് പ്ലീസ്. ഞാൻ ഒരുപാട് ടെൻഷനിലാണ് ആൽത്തിയ. പ്ലീസ് ഡിലീറ്റ് ചെയ്യ് പ്ലീസ്. വൈഫാണ് സത്യം. പ്ലീസ് റിലാക്സ്, നോക്കട്ടെ. പ്ലീസ് പ്ലീസ് ആൽത്തിയ. ഡിലീറ്റഡ്. താങ്ക് യു. വെരി വെരി താങ്ക്സ് ചേട്ടാ. ആൽത്തിയ, ഞാനൊരു കാര്യം ചോദിച്ചാ തെറ്റിദ്ധരിക്കില്ലല്ലോ? എന്താ? അവൻ പോയിട്ടാനാ? ശനിയം പോയിച്ചെന്ന് സന്തോഷായിരു. 7 വർഷത്തെ ഫ്രസ്ട്രേഷൻ മുഴുവനും അവന്റെ മണ്ട കിട്ടു.
ഒരുപക്ഷെ അവനോട് ദേഷ്യപ്പെടാതെ സോഫ്റ്റായിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആവില്ലായിരുന്നു. അവൻ്റെതൊരു പ്രത്യേകതരം സ്നേഹമായിരുന്നു. You will never change. ഇതെന്റെ അമ്മ പറയും പോലെയുണ്ട്. അവനാ? ഹലോ പ്രഭു, കേക്കണില്ലേ? ആ കേക്കാടി, നന്നായിട്ട് തന്നെ കേൾക്കുന്നുണ്ട്. ഒന്നും അറിയാത്ത പോലെയാണല്ലോ പെരുമാറ്റമൊക്കെ. എന്നിട്ട് ഇപ്പൊ എന്തായി? കുറച്ചു ദിവസം അവനോട് തന്നെ ആയിരുന്നെന്ന് തോന്നുന്നു. കെട്ടിപ്പിടിച്ച് ഫോട്ടോ ഒക്കെ ഇടുന്നുണ്ടായിരുന്നല്ലോ നീ. കൊള്ളാം. ഡിഡി അഞ്ചായി നന്നായിട്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ടാവുമല്ലോ. പറയടി ബ്ലഡി ബിച്ച്. ഫേസ്ബുക്കിൽ എന്നെ ബ്ലോക്ക് ചെയ്താ ഞാൻ ഒന്നും അറിയില്ലെന്ന് കരുതിയോ? എല്ലാം ഞാൻ അറിയുന്നുണ്ട്. നിന്റെ 2748 ഫ്രണ്ട്സ് 2778 ആയത് എങ്ങനെയാണെന്ന് അറിയൂടി നിനക്ക്? അതിനകത്ത് ബാക്കി 30 എന്റെ അടി. ധൈര്യം ഉണ്ടെ കണ്ടുപിടിച്ച് ബ്ലോക്ക് ചെയ്ത് നീ. എടി കണ്ണി കണ്ട കച്ചറകളൊക്കെ നിന്റെ ഫോട്ടോയ്ക്ക് ഹോട്ടാണ്, സെക്സിയാണ്, ഗോർജസ് ആണ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടാറുണ്ടല്ലോ. അങ്ങനെയുള്ളവരെ ഫ്രണ്ടാക്കി ഇങ്ങനെയൊക്കെ തന്നെ നടക്കൂടി. നിന്റെയൊക്കെ കൂടെ ഒന്നിച്ച് താമസിച്ചെന്ന് ഓർക്കുമ്പോ നാണക്കേട് കൊണ്ട് തൊലിയൊരിഞ്ഞ് പോവാടി. നീയൊക്കെ ഒരു പെണ്ണാണോടി? ഫോൺ വെക്കടി. ഛേ, ഫോണിൽ കൂടെ സംസാരിച്ച് കാമവല വീശി കല്യാണം കഴിഞ്ഞ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറി കൗമാരപ്രായക്കാരായ യുവാക്കൾ ഫോൺ റീചാർജ് ചെയ്യുന്ന കടകളിൽ സ്ത്രീകളുടെ മൊബൈൽ നമ്പർ ശേഖരിച്ചിരിക്കുന്നു. അതിനുശേഷം അശ്ലീല വാക്കുകൾ സംസാരിച്ച് ഫോണിലൂടെ സ്ത്രീകളെ മയക്കിയെടുക്കുന്നു. അതിൽ വീഴുന്ന സ്ത്രീകളെ ചില സ്ഥലങ്ങളിൽ വരാൻ പറഞ്ഞ് ആഭരണങ്ങൾ കവർന്നെടുത്ത് ഓടുന്നു. എടാ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ചുമ്മാ കഥ എഴുതി വിടുന്നതാന്നേ. അതൊക്കെ നടക്കും സാറേ. നടക്കുമെന്ന് പറഞ്ഞാ അതിൽ എഴുതിയിരിക്കുന്നതിന്റെ അപ്പുറവും നടക്കും സാറേ, തീർച്ചയായും നടക്കും. എങ്ങനെ നടക്കുമെന്നാ പറയുന്നത്? ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കട്ടെ. എടാ, എൻ്റെ അടുത്ത് എന്തിനാണ് നീ പ്രൂഫ് ചെയ്യുന്നത്? ശരിയാണല്ലോ, ഞാൻ എന്തിനാ സാറിനെ പ്രൂവ് ചെയ്ത് കാണിക്കുന്നത്? ഞാൻ എന്നെ തന്നെയല്ലേ പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത്. നിനക്ക് നീ തന്നെയോ? അതല്ല, ഈ പെൺപിള്ളേരെ എനിക്ക് മാത്രമാണ് പണി തന്നത്, അതോ ഈ നാട്ടിലുള്ള മുഴുവൻ ആമ്പിള്ളേർക്കും പണി കൊടുത്തോന്ന് അറിഞ്ഞിട്ട് ഞാൻ കഴിച്ച അമേദ്യം തന്നെയാണ് ഈ നാട്ടിലുള്ള എല്ലാവരും കഴിച്ചെന്നറിയുമ്പോൾ ആ അമേദ്യം കഴിക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തി കിട്ടുമല്ലോ. അമേദ്യോ? സാറിനറിയില്ല അമേദ്യം എന്താന്ന്? അയ്യോ അപ്പി തീട്ട സാറേ. പറയ് ബ്രോ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കി ആദ്യത്തെ ആളാണ് ബ്രോ. നല്ല പണി കിട്ടിയല്ലേ? കുറെ പണി കിട്ടിയിട്ടുണ്ട് ബ്രോ, ഇപ്പൊ കുറച്ച് കുറവുണ്ട്. സാർ കുടിക്ക് സാർ, ടീ കുടിക്ക് സാർ. കുടിച്ചില്ലെങ്കിലേ അമേദ്യമായി പോകും. ബ്രോ ഒരു മിനിറ്റ് ബ്രോ, എന്റെ കയ്യിൽ എന്റെ പഴയ ഗേൾ ഫ്രണ്ട്സിന്റെ നമ്പർ ഉണ്ട്, അതൊന്ന് നോട്ട് ചെയ്തോ. ബ്രോയെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ അവരെ ശല്യം ചെയ്തോ? വിട്ടുകളേണ്ട ബ്രോ ശല്യം ചെയ്തോണ്ടേയിരുന്നോ? അതെ ബ്രോ. എന്താ വേണ്ടേ? എനിക്കും കൂടെ ഒന്ന് തരുമോ? നോട്ട് ചെയ്തോ എന്നാ ഒന്ന് നോക്കിയും കണ്ട് ഹാൻഡിൽ ചെയ്യണേ. അവളുടെ ഭർത്താവ് ഒരു ടൈപ്പാ. ഇന്നത്തെ കാലത്ത് പ്രണയ നൈരാശ്യം ആഘോഷിക്കുന്ന വിധം മാറിയിട്ടുണ്ട്. ചില തലതിരിഞ്ഞ പാർട്ടികൾ പരിചയമില്ലാത്ത സ്ത്രീകളെ ഫ്ലേർട്ട് ചെയ്യും, വലയിൽ വീണ പെണ്ണിനെ ടോർച്ചർ ചെയ്യും. ഫ്ലേർട്ട്, ടോർച്ചർ തുടങ്ങിയവയുടെ മലയാള അർത്ഥങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും. ഇനി വരാൻ പോകുന്ന പാട്ടിൽ മലയാള പദങ്ങൾ കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം. Don't let yourself be just another damn fool. Now drink up all your sorrow, but don't make it your motto. Don't you go running away from the pain. ഇവിടെന്നും ഇത് പതിവല്ലേ, പ്രണയം നിന്നു പഴങ്കഥയായി നേരം നിരയായി പോയി മറയും. കാണാ ദൂരം കാതകലേ ഇന്നു നിൽപ്പൂ വീഴ്ത്തിടുവാൻ. എന്താണ് പരിപാടി? ഒരു മിനിറ്റ് സാർ, ഞാൻ കുളം തീർത്തോട്ടെ. നിനക്ക് സ്ഥിരം പരിപാടി എന്തെങ്കിലും ദിവസം നിന്നെ പിടിക്കും, കണ്ടോ? ചായ കുടിക്കടി. You should come out of this, Althea.
കമ്മിങ് ഫ്രൈഡേ നൈറ്റ് പബ്ബിൽ സൽസ നൈറ്റ്. ഞാനും എൻ്റെ ഹസ്ബൻഡും പോകുന്നുണ്ട്. നീയും വരുന്നു. ഞാൻ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? ലവ് ഫെയിലിയർനാ? ആണുങ്ങൾ മാത്രം തണ്ണി അടിച്ചാൽ മതി എന്ന് വല്ല റൂൾസും ഉണ്ടോ? ഇല്ലല്ലോ. Look around you. Need part with the video done. If you beat up, then you gotta get up. Don't let yourself be just another damn fool. Now drink up all your sorrow, but don't make it your motto. Don't you go running away from the pain. ഇവിടെന്നും ഇത് പതിവല്ലേ. നമുക്കൊന്ന് കാണണ്ടേ? You are so manly. എന്നാ നാളെ കണ്ടാലോ? Okay, done. നാളെ ഈവനിംഗ് കാണാം. Things get you and you think it's cool, but the only reason we will be breezing is if you believe there will be revelation. Is if you believe you can never be broken. Is if you believe there will never be another you. Hey. നിങ്ങൾ ഡാൻസ് കളിക്കാറുണ്ടോ? എനിക്ക് കളിക്കാൻ അറിയില്ല. അവൾ ഒന്നാം തരം കളിക്കാരിയാ. അവളുടെ കളി കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ആണും ഒരു മൃഗമായി വരും ഓരോരോ നിമിഷം, പെണ്ണും ഒരു മൃഗമായി വരും ഏതോ ഒരു ദിവസം. ഇനി എന്തെന്നോ ഇനി ഏതെന്നോ ആറും ലോകം മെല്ലെ പുതുയുഗ കഥയാ. You look wow. Thank you. Okay, പോവാം നമുക്ക്. No. കാലത്ത് വരലക്ഷ്മി പൂജയാ. അമ്മ 3 പ്രാവശ്യം വിളിക്കുന്നു. You and your mom. അമ്മ ഉറങ്ങുന്നു. No, please. ഓക്കെ. പാർക്കിംഗ് ഇന്ന് കാർ എടുത്തിട്ട് ഞാൻ എൻട്രൻസിൽ വെയിറ്റ് ചെയ്യും. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വന്നേക്കണം. Okay. Thank you, Motta boy. I love you. So sweet. Bye. ഹേയ് Yeah. Bye. വാക്കും ചിരിയും കളവാകും വന്നിടുമേതോ വിളയായോ വീണ്ടും ഭൂമിയിൽ പതിവായേ ഇത് കാണും കാലം വന്നെന്നോ. Okay, Dee, I have to go. He's waiting. No, later. You are very lucky. നല്ല ഹസ്ബൻഡ്. ഡോഗ്സിൽ എവിടെയാടി നല്ല ഡോഗും ചീത്ത ഡോഗും? ഡോഗ്സ് ആ ഡോഗ്സ്. കറക്റ്റ് ആയിട്ട് ബിസ്ക്കറ്റ് കൊടുക്കണം. അത്രേ ഉള്ളൂ. People going crazy. Ain't nobody happy in this day and age. Every day is just another way. എന്താണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നേ? ഒരു പെൺകൂട്ട് തരട്ടെ? എടുത്ത് കുടിക്കുന്നേ? Before they come and put you through a rehab. 'Cause come on baby, this ain't a game. You make a name, you gotta get yourself another playmate. Or somebody else gonna take the place. It's just the truth. ഹലോ എങ്ങോട്ടാ? ഹലോ എന്താ? എത്രയാ? How much? മനസ്സിലായില്ല. 25,000. 1 night. വരുന്നുണ്ട്. നിങ്ങൾ എന്താ കാണിക്കില്ല? ഒന്ന് മാറി നിൽക്കേ. എന്താ വെള്ളം അടിച്ചു തോന്നിയ അതൊരു സ്ത്രീയല്ലേ? ഇല്ല നിങ്ങൾ ചുമ്മാ വെള്ളം ഉണ്ടാക്കുന്നത്. പറയുന്നൊന്ന് മനസ്സിലാക്കാം. അങ്ങോട്ട് പോകും. വെഡിങ് റിംഗ് പ്ലാറ്റിനം 1.5 lakhs. ഈ ചെറിയ മോതിരത്തിന് 1.5 ലക്ഷം രൂപയോ? Of course, yes, 1.5 lakhs. ഞാൻ നിനക്കൊരു അഡ്വൈസ് തരട്ടെ. ക്യാ? അറിയാത്തൊരുത്ത ഫോൺ ചെയ്താലേ കോൾ എടുക്കരുത്. ഇനി അഥവാ കോൾ എടുത്താലോ സംസാരിക്കാൻ നിൽക്കരുത്. സംസാരിച്ചു കഴിഞ്ഞാൽ ഫ്ലേർട്ട് ചെയ്യാനും പോരുത്. ഇനി ഫ്ലേർട്ട് ചെയ്ത് വിളിച്ച അപ്പം തന്നെ ഇതേപോലെ ബീച്ചിൽ വന്ന് നിൽക്കരുത്. അങ്ങനെ നിന്നാലോ മഴയുള്ള രാത്രിയിലോ ഒട്ടും നിൽക്കരുത്. അങ്ങനെ നിന്നാലോ ചോദിച്ച അപ്പം തന്നെ മോതിരം ഇങ്ങനെ ഊരി കൊടുക്കരുത്. വാട്ട്? ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞാലേ ആർക്കും ഇഷ്ടാവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ തന്ന ഈ അഡ്വൈസിന് ഈ മോതിരമാണ് കൂലി. Are you joking, Prabhu? No ma'am, I'm not at all joking. Wait, ഒരു സെക്കൻഡ്. Wait, one second. ദേ ഈ മൊബൈൽ കണ്ടില്ലേ? കഴിഞ്ഞ ദിവസം നിന്നെ പോലെ അഡ്വൈസ് കൊടുത്തൊരു പെണ്ണിനെ ഞാൻ മേടിച്ചതാ. പോലീസിന്റെ അടുത്താ. എടി നമ്മൾ തമ്മിൽ സംസാരിച്ച എല്ലാ കാര്യങ്ങളും വാട്സപ്പ് അറിയില്ലേ? വാട്സപ്പ്. ആ, അതിനകത്ത് എനിക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഞാനിത് അയച്ചു കൊടുക്കും.
ഞാനിപ്പോൾ ഇങ്ങനെ അങ്ങ് നടന്നു പോയാലും നീ ഓരോ ഒച്ച പോലും ഉണ്ടാക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒച്ച ഉണ്ടാക്കിയാലും അത് കേൾക്കാൻ ഇവിടെ ആരുമില്ല. ഓക്കെ, ചെല്ലട്ടെ. ബൈ 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 മമത. ഡോണ്ട് ഫോർഗെറ്റ് മൈ അഡ്വൈസ്. ചെല്ലട്ടെ, ബൈ. മാന്യമഹാജനങ്ങളെ, വാട്സപ്പിലും മറ്റ് സോഷ്യൽ മീഡിയയിലും ഫോട്ടോസും വോയിസ് മെസ്സേജുകളും മറ്റുള്ളവരുടെ അനുവാദമില്ലാതെ പോസ്റ്റ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും കുറ്റകരമാണ്. ലൈംഗികാതിക്രമങ്ങൾക്കെതിരെയുള്ള വകുപ്പനുസരിച്ച് ആരോപിക്കപ്പെടുന്ന വ്യക്തിക്ക് 3 വർഷം മുതൽ 5 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്നതാണ്. ഇത് നിങ്ങൾ സിനിമയിൽ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, സിഗരറ്റ് വലി ആരോഗ്യത്തിന് ഹാനികരമാണ്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയുന്നത് പോലെ ഇതും പറയാവുന്നതാണ്. ഹലോ, എന്തായി നേരത്തെ? ഹലോ അസിസ്റ്റന്റ് കമ്മീഷണർ സാർ, എന്താ ഭയങ്കര ബിസിയാണോ? ബിസി ഒന്നുമല്ല, വൈഫ് അടുത്ത് കിടക്കല്ലേ, ഫോണ് സൈലന്റിലിട്ടു. ഓ സോറി, ഈ സമയത്ത് ഞാൻ വിളിക്കാൻ പാടില്ലായിരുന്നു അല്ലേ? എന്താ കാര്യം എന്ന് പറ. കനത്തൂർ ബീച്ചിൽ ഞാൻ ഒരുത്തൻ്റെ കൂടെ പോയി. ആരുടെ കൂടെയാ പോയെ? ആരാന്ന് എനിക്കറിയില്ല, ഫോണിൽ സംസാരിച്ചു ആൻഡ് ഐ ലൈക്ഡ് ഹിം. ഏതോ ഒരുത്തൻ ഫോൺ ചെയ്തപ്പോൾ അവന്റെ കൂടെ അങ്ങ് പോയി നീ അല്ലേ? ഞാൻ വിളിച്ചാ നീ വരില്ലല്ലോ. നോ 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 നോ, നത്തിങ് ലൈക്ക് ദാറ്റ്. ആ അതിരിക്കട്ടെ, ബീച്ചിൽ പോയല്ലോ, അത് കഴിഞ്ഞ് എന്റെ മോതിരം കൊണ്ട് അവൻ കടന്നു കളഞ്ഞു. ഒരു മോതിരല്ലേ? അതെന്റെ വെഡിങ് റിംഗ് ആന്നേ. അത് പിന്നെ 15 ഡേയ്സിൽ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വരും. എൻ്റെ കയ്യിൽ മോതിരം ഇല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാവും. ഹി ഹാവ് റെക്കോർഡ് മൈ കോൾസ് ഓൾസോ. മേരി മദത് കർ. ഇങ്ങനൊരു പ്രശ്നം വരുമ്പോ എന്നെ ആവശ്യമാണല്ലോ. ഒരു കോഫി കുടിക്കാൻ വിളിച്ചാൽ നീ വരില്ലല്ലോ. പ്ലീസ് ഡു മീ ദിസ് ഫേവർ. നീ എന്ത് കുടിക്കാൻ പറഞ്ഞാലും ഞാൻ കുടിച്ചോളാം. പറഞ്ഞത് സത്യമാ? പ്രോമിസ്. എന്നാലേ ഞാൻ ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്യട്ടെ, നീ വിഷമിക്കണ്ട. നീ ആ നമ്പർ പറഞ്ഞേ. 7639 7639 238 238 225 225. ഓക്കെ, ഞാൻ അവനെ വിളിച്ചോളാം. See Althea, you become the talk of this company. In fact, the talk of this town. What? റീസെൻ്റ് ആയിട്ട് ആ പബ്ബില് മദ്യപിച്ച ആ ഇൻസിഡൻറ്റ്. നിങ്ങൾ വെള്ളം അടിക്കില്ലേ? വെള്ളം അടിക്കുന്ന തെറ്റുന്നല്ല, അതിനുശേഷം ഒരാണിനെ അടിക്കാന്നൊക്കെ പറഞ്ഞു. മോശമായിട്ട് സംസാരിച്ചു, മോശമായിട്ട് പെരുമാറി, അതുകൊണ്ട് അടിച്ചേ. സിഹാസ് മെൻ വി ഹാവ് സം പ്രിവിലേജസ്. ഞങ്ങൾ വെള്ളം അടിച്ച് ബഹളം ഉണ്ടാക്കിയാൽ അതൊന്നും പേപ്പറിൽ വരില്ല. എന്നാ നിങ്ങൾ ചെയ്തത് നമ്മുടെ കമ്പനിയുടെ പേര് പേപ്പറിൽ എൻ്റെ പേര് വന്നില്ല, പിന്നെ എങ്ങനെ കമ്പനിയുടെ പേര് വരാ? അപ്പം നിങ്ങൾ ഇന്നലെ ഫേസ്ബുക്ക് കണ്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഇന്നലെ മുതൽ ഫേസ്ബുക്കിൽ വൈറലായിട്ടുണ്ട്. നിങ്ങളുടെ പേരുണ്ടല്ലോ ഇതിൽ, കമ്പനിയുടെ പേരുണ്ട് ഇതിൽ. ഓ, സോ വാട്ട്? ഇൻഫാക്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഹെഡ് ഓഫീസുമായിട്ട് സംസാരിക്കുകയായിരുന്നു. നിങ്ങൾ ഈ ജോലി രാജിവെക്കണമെന്നാണ് പറയുന്നത്. എത്ര നേരം കിട്ടും? ഒരു അരമണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ റെസിഗ്നേഷൻ മെയിൽ അയച്ചാൽ മതിയാവും. ഓക്കെ, താങ്ക്സ്. ബട്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഞാനുണ്ടല്ലോ. എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. എന്നാൽ കുറച്ച് ഫ്ലെക്സിബിൾ ആയിരുന്നേ കൊള്ളാം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ജോലി സുരക്ഷ, സ്ത്രീ സുരക്ഷ എന്നിങ്ങനെ ഒരു സുരക്ഷയുമില്ലാത്ത ഏർപ്പാടുകളാണ് ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ. യൂണിയൻ ഉണ്ടാക്കാനോ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനോ അവിടെ പറ്റില്ല. ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം. മഴക്കാലത്ത് ചെന്നൈയിലെ ജനങ്ങളുടെ ദുരിതം പോലെയാണ് കോർപ്പറേറ്റ് ജീവനക്കാരുടെ അവസ്ഥ. 4 ദിവസം കൊണ്ട് എങ്ങനെയാ അൺഒഫീഷ്യലായിട്ട് ഫോൺ ട്രാപ്പ് ചെയ്യുന്നത്? കളിക്കുന്ന കാര്യമൊന്നുമല്ല. ടാപ്പ് ചെയ്തപ്പോഴേ പെരുങ്കുടിയിൽ നിന്നെ കളിപ്പിച്ച പോലെ വേറൊരു സ്ത്രീയെ കളിപ്പിച്ചിരിക്കുന്ന അവളെ ഫോളോ ചെയ്യാ. ഞാനിപ്പോൾ അവിടെ ഉണ്ട്. 2 മണിക്കൂറിനുള്ളിൽ കോഴിയെ പിടിക്കുന്ന പോലെ ആ പൂവനെ പിടിച്ചിട്ട് നിന്റെ ഇന്ന് നൈസായിട്ട് മേടിച്ച ആ മോതിരവും പിന്നെ ആ വോയിസ് റെക്കോർഡ് ചെയ്ത ഫോണും ഞാൻ മേടിച്ചോണ്ട് വരാം. എന്താടോ പറയടോ? സാർ, ഫോണിലെല്ലാം നോക്കി കണ്ട് സംസാരിക്കണേ. ഇന്നത്തെ കാലത്ത് എന്ത് പറഞ്ഞാലും വാട്സപ്പിൽ വരും. ഒരു പോലീസ് പെണ്ണിനോട് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അത് മതിയാവും. സാർ, നമ്മുടെ ടീമിലെ കോൺഫറൻസിലുണ്ട് സാർ. അത് വിടറും. ശരി, ഞാൻ വിളിക്കാം. ഇല്ലില്ല, ഞാൻ വിളിക്കില്ല. വേണ്ട വേണ്ട വേണ്ട, നീ എന്നെ വിളിക്കണ്ട. ദൈവത്തെ ഓർത്ത് വിളിക്കല്ലേ എന്നെ. ഞാൻ ആ മോതിരവും മേടിച്ചോണ്ട് 2 മണിക്കൂറിനകത്ത് നിന്നെ വന്ന് കണ്ടോളാം. എന്നാ വെക്ക്.
താൻ എന്താ പറഞ്ഞേ? സാർ എല്ലാം നമ്മുടെ ആൾക്കാർ തന്നെ, അതുകൊണ്ട് വേറെ പ്രശ്നമില്ല. ഇത് സാറിന്റെ പേഴ്സണൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ചായക്കടയിൽ നമ്മുടെ സുകുമാറുണ്ട് സാറേ. ഓ. ഓട്ടോയിൽ ധനപാലനുണ്ടാവും, താഴെ പേരപ്പനുണ്ടാവും, ശരി. ടെറസിന്റെ മേലെ മുരളി കാണും. എല്ലാം ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അതൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല സാറേ. ഹലോ. ഹലോ, ഞാൻ വന്നു. ഇവിടെ ചായക്കടയിലുണ്ട്. ഇങ്ങോട്ട് തിരിഞ്ഞേ. ഇവിടെ എന്നെ കണ്ടോ? കണ്ടു. സാർ, ആ ലേഡി ഇപ്പോൾ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക ആരോടോ. ഇത്രയും പേരിൽ ആരാന്ന് പറഞ്ഞാ കണ്ടുപിടിക്കുന്നത്? ഓക്കെ സാർ. എന്റെ ഹസ്ബൻഡ് ഇപ്പൊ ജോലിക്ക് പോവും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാമേ. എന്നിട്ട് നീ വീട്ടിൽ വന്നാൽ മതി കേട്ടോ. നിന്നെ മോനെവിടെ? അവൻ ട്യൂഷന് പോയിരിക്കുക. 8 o'clock വരും. എനിക്ക് പോകണം. നീ അവനെ പള്ളി വല്ലപ്പോഴും കൊണ്ടുപോകുന്നല്ലേ അവനൊരു വിശ്വാസിയെ മാറുള്ളൂ. ചർച്ചിൽ ദൈവം മാത്രമല്ലല്ലോ, സാത്താനും ഇല്ലേ ഫാദർ? സാത്താനോ? വാട്ട് യു മീൻ? എൻ്റെ അമ്മയാ പറഞ്ഞ. നീ നിൻ്റെ അമ്മയെ പറയുന്നല്ലോ. അമ്മ ഇത്ര മോശക്കാരിയൊന്നുമല്ല. തുറന്നു പറഞ്ഞാൽ നിങ്ങളെക്കാൾ നല്ല മനസ്സുള്ളതാണ് നിൻ്റെ അമ്മ. എത്ര ആഴത്തിലുള്ള വിശ്വാസമാണ് നിൻ്റെ അമ്മയ്ക്ക്. ഇതൊന്നും അങ്ങേക്ക് മനസ്സിലാവില്ല ഫാദർ. എന്തുകൊണ്ട് മനസ്സിലാവില്ല? അങ്ങൊരു അച്ഛനായതുകൊണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളൊരു പുരുഷൻ. ശരി, വിട്ടേക്ക്. ഏതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിന്നമ്മ 15 ദിവസത്തേക്ക് വേളാങ്കണ്ണി നിന്നെ മോനെയും കൊണ്ട് പോകാമെന്ന് നേർന്നിരിക്കുകയാണ്. നിനക്ക് നിൻ്റെ അമ്മയെ വേണ്ടാന്ന് വെക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ നിൻ്റെ മകന് വല്യമ്മയില്ലെന്ന് പറയാൻ യാതൊരു അധികാരവുമില്ല. മനസ്സിലായോ? ശരി, വിളിച്ചോണ്ട് പോകാൻ പറ. നീ തന്നെ അവരോട് പോയി പറ. ചെല് പ്ലീസ്. $15 ദിവസമേ ഉള്ളൂ. അവനെ കൊണ്ടുപോയിക്കോ. പക്ഷെ നന്നായിട്ട് നോക്കണം. എന്നെ നോക്കിയ പോലെ ആവരുത്. അതെ, പറ്റില്ലെഴുതിക്കോ. വീനസിനോട് പറയണ്ട കേട്ടോ. സാർ, വീടിനകത്തേക്ക് പോട്ടെന്ന് ചോദിക്കുന്നു. അൺഒഫീഷ്യലായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ. അവൻ വീടിനകത്ത് എൻ്റർ ആകുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ. ഓക്കെ സാർ. എന്താ കാര്യം? അവൻ എൻ്റെ അമ്മയുടെ കൂടെ നാട്ടിൽ പോയിരിക്കുക. ഞാൻ മെയിലിൽ ലീവ് ലെറ്റർ അയച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ.
ഇതൊന്ന് വായിച്ചു നോക്ക്. അവൻ ക്ലാസ്സിൽ എഴുതിയ ഒരു എസ്സേയാ. അവിടെ ഇരുന്നൊന്ന് വായിച്ചു നോക്ക്. കുറച്ച് ജോലിയുണ്ട്, കഴിഞ്ഞിട്ട് വരാം. ഷോ. എല്ലാവരും അവരുടെ സ്വീറ്റ് ഹോമിനെ പറ്റി എഴുതുമ്പോൾ അമ്മ, അച്ഛൻ, അപ്പൂപ്പൻ, അമ്മമ്മ എല്ലാവരും ഉണ്ടാവും. എൻ്റെ സ്വീറ്റ് ഹോമിൽ 3 പേര് മാത്രം. ഞാൻ, അമ്മ, അമ്മമ്മ. അച്ഛൻ ഉണ്ടാവില്ല. അച്ഛൻ ഡോൾഫിൻ്റെ ഒപ്പം നീന്താൻ പോയെന്നാ എന്നോട് പറഞ്ഞത്. വേറൊരു അങ്കിളിനോട് അച്ഛൻ ഓസ്ട്രേലിയയിലേക്കാണ് പോയതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വേറൊരാളോട് പറഞ്ഞത് ദുബായിക്ക് പോയെന്നാ. എനിക്ക് നന്നായിട്ടറിയാം അമ്മ കള്ളം പറയാണെന്ന്. പക്ഷെ ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്കെൻ്റെ അമ്മയെ വലിയ ഇഷ്ടമാണ്. ഒരു ദിവസം എൻ്റെ അമ്മമ്മ എൻ്റെ അമ്മയെ ബിച്ചെന്ന് വിളിച്ചു. നല്ല വഴക്കമുണ്ടായി. ഞാനും അമ്മയും അന്ന് ആ വീട്ടിൽ നിന്നിറങ്ങി. പിന്നെ ഒരു ദിവസം ആ താടിക്കാരൻ വന്നു. ഡോൾഫിൻ്റെ കൂടെ നീന്തുകയും ചെയ്തു. അയാൾ എൻ്റെ അച്ഛനായെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് കഴിഞ്ഞൊരു ദിവസം അമ്മമ്മ വിളിച്ച പോലെ അമ്മയെ ബിച്ചെന്ന് വിളിച്ചിട്ട് നല്ല വഴക്കമുണ്ടാക്കി ഇറങ്ങിപ്പോയി. ഇപ്പം ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. നല്ലതെന്ന് വിചാരിച്ച എല്ലാം എൻ്റെ സ്വീറ്റ് ഹോമിനെ വിട്ടിട്ട് പോയി. പിടയുന്നു നെഞ്ചിൽ വിങ്ങല മരണവും ഇത് പതിവിതോ ഇതൊരനുദിന ലഹരയിതാ പെൺപിറവിയും ആൺപിറവിയും മണ്ണിൽ ഒരുപോലെ അവൾ കണ്ണിൽ കത്തും കനലും കനവും എന്നും ഒരുപോലെ പെണ്ണിന്നൊരാവേശക്കനയോ കനവാണോ എന്നു കണ്ണിൻ കാണുന്നത് പെണ്ണിൻ മനമോ പൊഴിയും നില പോലെ അടയുകയോ മനസ്സിടറുകയോ എന്റെ നിഴലത് വിട്ട് വിട്ടിന്നകന്നിടുന്നു മറുവിരുളതുമേ ഇനി മരണമിതോ ഞാൻ സ്വയം അതിലേറുന്നു പിടയുന്നു നെഞ്ചിൽ വിങ്ങല മരണവും ഇത് പതിവിതോ ഒരു യാത്രയായതോ ആത്മഹത്യാ പ്രവണത മനസ്സിൽ ഉടലെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ചെയ്യേണ്ടത് 104 എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്ത് സംസാരിക്കേണ്ടതാണ്. അപ്പുറത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ സ്നേഹത്തോടെ ചോദിച്ചറിഞ്ഞ് നിങ്ങളെ ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർ അവിടെ കാത്തിരിക്കുന്നു. ഇപ്പകലിൽ നിന്നും തൂവെള്ളപ്രാവേ നീ ജീവൻ നൽകും വെള്ളിച്ചിറകോ പിൻമേഘമായി ഇതെങ്ങു പറന്നുയർന്നേ ചിറകുകൾ വീശി മെല്ലെ ഉയർന്നകന്നേ വീഴാതെ വീഴുമിന്നു കാലിടറിയേക്കയാൽ തീനാളമിന്ന ജ്വാലയായി നിന്നു മുന്നില മാനത്തെങ്ങോ പെയ്യും മഞ്ഞിൻ മേഘം മണ്ണിൽ വീണാൽ പുൽക്കോടികൾ പൂക്കുമേ പിടയുന്നു നെഞ്ചിൽ വിങ്ങല പുകയുന്നോർമ്മയും
ഇത് മാത്രം എപ്പോഴും വേണം. പിന്നെ ഒരു എനിക്ക് കാര്യം പറഞ്ഞിട്ട് തോന്നുന്നത് 15 days ആയി. മോതിരം എവിടെ? കംപ്ലൈന്റ് കൊടുക്കാതെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ? നിന്റെ കള്ളക്കാമുകൻ 10 ദിവസമായിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്താ കറങ്ങുന്നത്. ഫോൺ ടാപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യാം, FIR അങ്ങ് എഴുതിയേക്കാം. FIR? നീ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ കത്തി കാണിച്ച് ഭയപ്പെടുത്തി മോതിരം അടിച്ചോണ്ട് പോയെന്ന് എഴുതാം. എന്റെ ഹസ്ബൻഡ് വിശ്വസിക്കോ അത്? ഹസ്ബൻഡ് അല്ലേ? ഇതാ ഒരു മിനിറ്റ്. ആ ഗുപ്താജി, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ നിങ്ങളുടെ വീട്ടിലുണ്ട് കേട്ടോ. അത് പിന്നെ സിസ്റ്റർ രാവിലെ നടക്കാൻ പോയ സമയത്ത് കയ്യിലുള്ള വെഡിങ് റിംഗ് ആരോ അടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞൊരു പരാതി തന്നു. പുള്ളിക്കാരി അങ്ങ് ആകെ പേടിച്ചിരിക്കുകയാന്നേ. ഷീസ് ഫൈൻ. ഒരു FIR എഴുതിയേക്കാം അല്ലേ? തീർച്ചയായും. ഒരു മിനിറ്റ് കേട്ടോ. I'll talk to you later. ഫോണിൽ സംസാരിക്കില്ല, അതിനിടയ്ക്ക് കുടുങ്ങാന്ന് വിളിച്ചോണ്ട് എങ്ങനെ? സാറ് നമ്പർ തന്നിട്ട് എന്നോട് ടാപ്പ് ചെയ്യാൻ പറഞ്ഞായിരുന്നല്ലോ. പറഞ്ഞു. ആ നമ്പറിലേക്ക് ഒരുപാട് നേരമായിട്ട് വിളിച്ചിട്ടുണ്ട്. ആ ടാപ്പ് ചെയ്ത നമ്പർ ഞാൻ സാറിന് വാട്സപ്പിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് സാർ. സാർ അത് ചെക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തേക്കണേ. ഞാൻ സ്റ്റേഷന് വെളിയിൽ വന്നാ സംസാരിക്കുന്നത്, ആരും അറിയാതിരിക്കാൻ. ശരി, ഓക്കെ, ഞാൻ തന്നെ വിളിച്ചോളാം. ശരി സാർ. ഓക്കെ സാർ. ഹലോ, ആരാ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് എന്നെ അറിയില്ല, പക്ഷെ എനിക്ക് നിങ്ങളെ അറിയാം. എന്തിനാ ഫോൺ ചെയ്തത്? ഇവനല്ലേ? എനിക്കറിയാത്തൊരു സാധനം നിങ്ങളുടെ ഇവൻ തന്നെയാ ആള്. അത് എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അതാ അന്നേരം ഞാൻ പറയാം. നിങ്ങൾക്ക് എന്ത് ലാഭം വേണമെങ്കിലും എടുത്തോളൂ. ആദ്യം വീട്ടിലോട്ട് വാ, എന്നിട്ട് പറയാം. നിങ്ങളുടെ വൈഫാ അല്ലേ? കഴിവേറി പോലീസുകാരനെ കളിയാക്കുന്നല്ലേ? കൊന്നുകളയും ഞാൻ. Super, Commissioner, super. First go clean your home, then come to kill me. തീർന്നടിയല്ല. He's going to kill me. ഇതാരുടെയാ? മമത. ഇത് ഞാൻ എടുത്തോട്ടെ? എടുത്തു. താങ്ക് യു. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. പിന്നെ കാണാം. ഇരിക്കെ, ഞാൻ ചായ എടുത്തോണ്ട് വരാം. ഞാൻ പെയിന്റിംഗ് ഒന്ന് നോക്കിക്കോട്ടെ? അതിനെന്താ? സൂക്ഷിച്ച്, അവിടെ കുപ്പിച്ചിലുണ്ട്. 2 ദിവസം മുമ്പ് ദേഷ്യം വന്നപ്പോ പുള്ളി പൊട്ടിച്ചതാ. ആരുടെ ഫോണാ, ഏത് മോതിരാന്നൊക്കെ ചോദിച്ചപ്പോ ഞാനത് ക്ലീൻ ചെയ്തുമില്ല. അങ്ങരുടെ കാലെ കയറുന്ന കയറട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ കിടക്കുക. അതൊക്കെ എന്റെ മോള് വരച്ചതാ. വളരെ നന്നായിട്ടുണ്ട്. ഇപ്പോഴല്ല, അവളുടെ ചെറുപ്പത്തിൽ വരച്ചതാ. മോളിപ്പോ എന്ത് ചെയ്യ? പഠിക്കുന്നില്ല. ഷീസ് നോ മോർ. ഐ എം സോറി. 24 മണിക്കൂറും ഒറ്റയ്ക്കാണ് ഞാൻ ഈ വീട്ടിൽ. സംസാരിക്കാൻ പോലും ആരുമില്ല ഇവിടെ. വല്ലതും കഴിച്ചോന്ന് പോലും ചോദിക്കാൻ ആരുമില്ല. ഞാൻ ആരോട് പോയി പരാതി പറയാനാ? കെട്ടിയോൻ പോലീസുകാരനല്ലേ? ഒരു കുറ്റവാളിയെ പോലെയാ ഞാനിവിടെ. ഇപ്പൊ ആദ്യമായിട്ടാ ഒരു കച്ചിത്തുരും പോലെ ഈ മോതിരം എന്റെ കയ്യിൽ കിട്ടിയത്. ഒരുപാട് നന്ദിയുണ്ട്. ഐ എം സോറി. ഫോൺ ചെയ്തപ്പോ ഞാൻ നിങ്ങളെ കുറിച്ച് മറ്റെന്തോ കരുതി. ആണുങ്ങൾ അങ്ങനല്ലേ വിചാരിക്കൂ. ഐ എം സോറി. സാരമില്ല. ഈ പുസ്തകങ്ങളും കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഗതി എന്തായേനെ? കഥക് തുറന്നു മലത്തിയിട്ട് കുത്തിയിരിക്കുന്നത്. എന്റെ പ്രമദവനത്തിലെ രാജകുമാര, അങ്ങൊരു വലിയ ചതിവിലകപ്പെട്ടതിൽ ഞാൻ ഖേദിക്കുകയാണ്. ഒന്നുകളയും ഞാൻ. കാടും മേടും കടലുകൾ താണ്ടി അങ്ങ് ആരെയാണ് തേടുന്നത്? ഹോ, അവനെ തേടുകയാണോ? ആ രാവണനെ? അയ്യോ കഷ്ടം.
ആ തേടലിന് അർത്ഥമില്ല മന്ന. എന്തെന്നാൽ നിങ്ങൾ എന്നെയാണ് തേടേണ്ടത്, സീതയെ അല്ലയോ? എന്തുവാടി ചെയ്തോണ്ടിരിക്കുന്നത്? വായിക്കുന്നു. വായന എന്റെ വായില് വരുന്നുണ്ട്. എന്താണ് രാവണനെ തിരിയാതെ എന്റെ ദേവൻ മധു നുകർന്നുകൊണ്ടിരിക്കുന്നത്? കളിയാക്കുക. എവിടെയാടി അവനെ? ആരെയാണ് ചോദിക്കുന്നത്? അവൻ രാവണനുമാകാം, ഞാൻ സീതയുമാകാം. എന്നാൽ നീ രാമനല്ല, തീർച്ചയായും രാമനല്ല. എടാ ഇവിടെ ഇരിപ്പുണ്ടോ നീ? എടാ നിന്റെ ഇങ്ങോട്ട് ഇറങ്ങടാ നായ. വേണ്ട വേണ്ട, എന്തിനാ വന്നെന്ന് അവളെ നോക്കി പറയടാ. എന്തിനാ വന്നത് അവളെ നോക്കി പറയടാ. വിടാനാ പറഞ്ഞത്. പറയടാ. നീ എന്തിനാടി അവനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നേ? ഇത്രയും നാൾ നിനക്ക് ഞാൻ ബഹുമാനം തന്നില്ലേ? പോടാ, എഴുന്നേറ്റ് പോ. എങ്ങോട്ട്? അയാളെ വിട്. വിടാനാ പറഞ്ഞത്. അയാളൊരു പാവാണെന്നോ? നീ പാവാന്നോ? കൊല്ലുവാടാ നിന്നെ. പറയടി, എന്തിനാ വന്നേ? കിടക്കാൻ വന്നതാ? എന്തിനാടി വന്നതാ? നിനക്കറിയില്ലേ? കിടക്കാൻ വന്നതല്ലേ? അതെടാ. എങ്ങനുണ്ട്? എന്നെ മറികടക്കോ അവൻ? എങ്ങനെയുണ്ടായിരുന്നു അവൻ? Much, much, much better than you. പറയടി, എന്നെക്കാളും സൂപ്പറാ. അതെടാ, അതെ, നിന്നെക്കാളും സൂപ്പർ 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 സൂപ്പർ. ഇവനാണോടി സൂപ്പർ? ഇവനാണോടി സൂപ്പർ? ഇവനാണോടി? ഇവൻ സൂപ്പറാ? ഇവൻ സൂപ്പറാ? ഇവനാണോടി സൂപ്പർ? ഇവൻ സൂപ്പറാ? ഇവൻ സൂപ്പറാണോ? ഇവൻ സൂപ്പറാണോ? ഇവൻ സൂപ്പറാണോടി? നിർത്തടി, നിർത്തടി. അങ്ങനെ തന്നെ പറയൂ. സൂപ്പർ 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 സൂപ്പർ. മതിയാടാ. നിന്റെ വായിൽ തന്നെ എനിക്കിത് കേൾക്കണോടി. എടാ, നിന്റെ ദേഷ്യം അവനോട് എന്തിനാ കാണിക്കുന്നത്? എന്നോട് കാണിക്കടാ. എന്താടി പറഞ്ഞേ? നിന്റെ അടുത്ത് കാണിക്കാനോ? നിന്റെ അടുത്ത് വരാടി ഞാൻ. കൈയെടുക്കടാ. ഒന്ന് കളയൂടി നിന്നെ ഞാൻ. ഞാൻ കൂവി വിളിച്ചവളെ വിളിച്ചു കോടി, വിളിച്ചു കോടി നീ. വേണ്ടടി, വേണ്ടടി. നിർത്തടി. എടി, നിർത്താൻ. നിർത്തടി, നിർത്തടി. നിർത്താനാ പറഞ്ഞേ. നിർത്തടി. നീ ഇത്രയും ബുക്ക് വായിക്കും എനിക്ക് മനസ്സിലായടി. ഞാനില്ലാത്ത സമയത്ത് നീ ഇതെല്ലാം ചെയ്യുവാനാ. നായക പഠിച്ച കള്ളിയാടി നീ. പുസ്തകത്തെ കുറിച്ച് നിനക്ക് എന്നെ അറിയാടെ കള്ള പോലീസ്. നീ ഉള്ളപ്പോ മാത്രമല്ല ഇല്ലാത്തപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കും. കൊന്നുകളയും ഞാൻ. ചുമ്മാ 3 ദിവസത്തിലേക്ക് തോക്കെടുത്ത് വെടിവെക്കും വെടിവെക്കുന്നു പറഞ്ഞ വെടിവെക്കണം നായ. വെക്കടാ, വെടിവെക്കടാ. വാ, വെടിവെക്കടാ നായേ. വാ, വാടാ, വാ, വാടാ. കൊല്ലുപടി ഞാൻ. സത്യമായിട്ട് നിന്നെ കൊല്ലുപടി ഞാൻ. കൊല്ലാൻ നിനക്ക് ധൈര്യമില്ലടാ. എന്നെ കൊല്ലാൻ നിനക്കൊരു അർഹതയുമില്ല. വേണ്ടടി, 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 വേണ്ട, വേണ്ടടി. അൽത്തിയ, സോറി അൽത്തിയ. ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തല്ല അൽത്തിയ. സോറി അൽത്തിയ. എൻ്റെ തോക്കുണ്ടായിരുന്നെങ്കിൽ ഞാനിത് തന്നെ ചെയ്തില്ല അൽത്തിയ. സോറി അൽത്തിയ. എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഞാനല്ലടി വെടിവെച്ചത്. എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? തെറ്റുപറ്റിപ്പോയി അൽത്തിയ. ക്ഷമിക്കുക. ഞാൻ കാരണം ഇതെല്ലാം സംഭവിച്ചേ. ഞാൻ കാരണം, മാത്രം കാരണം ഇതെല്ലാം സംഭവിച്ചു. ഇതിനെല്ലാം കാരണക്കാരൻ ഞാൻ മാത്രം കാരണം. പുറത്തു പോടാ, പോടാ, പുറത്തു പോടാ, പോടാ.
ഭാര്യയെ ഭർത്താവ് വെടിവെച്ച് കൊന്നു. സംശയ നിരീക്ഷണത്തിൽ കമ്മീഷണർ. എന്തു പറയാനാ? സർ, സർ, എന്നെ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ കഥ കടച്ചു കളയുന്ന എന്തിനാ സർ? സർ, സർ, എനിക്ക് ആ പൈസ കുറച്ച് അത്യാവശ്യം ഒന്നുകൊണ്ട് ഞാൻ തിരിച്ചു ചോദിച്ചാ സർ. തെറ്റിദ്ധരിക്കല്ലേ സർ, പ്ലീസ് സർ. സർ, ഭക്ഷണത്തിനുള്ള പൈസ അവിടെ ഉണ്ട്, വേണേ എടുത്തോ. സർ, സർ, പൈസയുടെ കാര്യം വിട് സർ. സാറിന് പുറത്തേക്ക് വന്നതിനെ വേണേ 2 അടി അടിച്ചോ. ഞാൻ ചെയ്ത് തെറ്റാണെന്ന് പറ സർ. മൂത്ത മോള് ചോക്ലേറ്റ് ബോക്സ് വളയിട്ട് വെക്കാൻ നല്ലതാണെന്ന് പറഞ്ഞു. തിരിച്ചു ചോദിക്കാൻ കഴിയില്ല, അതങ്ങനെ കവറിൽ തന്നെയുണ്ട്. സർ, എന്തിനാ സാർ ഇത് ചോക്ലേറ്റ് ബോക്സ് വെച്ചിട്ടുണ്ട് നോക്കി സർ. സർ, എന്തായാലും എന്നെ മുഖത്ത് നോക്കി പറ സർ. സാർ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നോട് സംസാരിക്കും സർ. നീ പോന്നില്ലേ? സർ, പോയാൽ ഞാൻ പിന്നെ വരില്ല സർ. പറയുന്ന കേക്ക് പോ. എടാ സർ, പോടാ സർ, പ്ലീസ് സർ, പ്ലീസ് സർ. സർ, അല്ല അത് എടാ ഇതൊക്കെ വീനസിന്റെ ഫോൺ നമ്പർ എൻ്റെ ഫോണിൽ നിന്ന് എടുത്ത് ഇങ്ങനൊക്കെ എന്നോട് നീ ചെയ്യുമെന്ന് ഞാൻ കരുതിയതല്ല. എന്നോട് ക്ഷമിക്കുന്നു. പോ, നീ ചെല്ലടാ. ഞാൻ സത്യമായിട്ട് സാറിന്റെ ഫോണിൽ നിന്ന് എടുത്തല്ല സർ. അതാ STD ബൂത്തിൽ നിന്ന് കിട്ടിയ നമ്പറാ സർ. സോറി സർ, സാറിന്റെ ഭാര്യയാണെന്ന് സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു സർ. സത്യമായിട്ട് അറിയില്ലായിരുന്നു സർ. പ്ലീസ് സർ. എടാ നിനക്ക് ക്ഷമ തരാൻ ഞാനാരാ? പറ, പോ സർ. എടാ ഞാൻ എന്തേലും പറയുന്നതിന് മുമ്പ് നീ ഒന്ന് പോ. സാറിന്റെ ജീവിതം നശിപ്പിച്ചു, എല്ലാവരുടെ ജീവിതം നശിപ്പിച്ചു. സോറി സർ. എടാ എൻ്റെ ജീവിതം കളയാൻ നീ ആരാ? എടാ ആരുടെ ജീവിതവും ഒരുത്തനും നശിപ്പിക്കാൻ കഴിയില്ല. നീ താഴെ വന്ന് പോയ ആ ദിവസം പോലീസ് എൻ്റെ വീട് അന്വേഷിച്ചു വന്നു. പോലീസുകാരൻ്റെ ഭാര്യ എന്തിനാടാ പോലീസിനെ കണ്ട് പേടിക്കുന്നത്? ഞാൻ രാവിലെ വീട്ടിൽ ചെന്നപ്പം വീനസ് എന്നോടെല്ലാം പറഞ്ഞു, നടന്ന കാര്യമെല്ലാം. കേട്ടത് ഞാൻ അടിച്ചു, ചാകാനുള്ള അടി അടിച്ചേ, അഴുത്തിന് പിടിച്ച് ഞെരിച്ചു. ഞാൻ ചത്തുപോയാലോ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. ഒരു ബാര കയറി ഫുൾ അടിച്ചു, ശരിക്കടിച്ചു, ഫുൾ ഫിറ്റായി. വീട്ടിൽ ചെന്ന് എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിയായിരുന്നു. രാത്രി വീട്ടിൽ പോയി കഥക് തുറന്നു കിടക്കുമായിരുന്നു. വീനസും കുട്ടികളും കിടന്നുറങ്ങുമായിരുന്നടാ. അവള് പാവമായിരുന്നടാ, പാവമായിരുന്നടാ. ഞാൻ ഈ വിരൽ കൊണ്ട് നുള്ളി നോവിച്ചിട്ട് പോലും ഇല്ലടാ. ഒരു വിഷമം. കല്യാണം കഴിഞ്ഞ് 23 വർഷത്തിനിടെ എനിക്കുണ്ടായിരുന്നു വിഷമം. എന്നാൽ ഞാൻ മറച്ചു. എന്താന്ന് വെച്ചാൽ ഞാനൊരാണ്, വീനസ് ഒരു പാവം. അവൾ എന്നോട് പറഞ്ഞു, ഇതേ തെറ്റെൻ്റെ മക്കൾ ചെയ്താലും അതിൽ നിന്ന് അടിച്ചവരെ തിരുത്തും. എന്തിന്? എൻ്റെ ചേച്ചിയോ പെങ്ങളോ ആരായാലും അങ്ങനെ ഞാൻ ചെയ്യുള്ളൂ. വീനസ് ആരുടെയും ഒരു പെങ്ങളല്ലേടാ. വീനസ് ഏതോ ഒരു ചേച്ചിക്ക് അനിയത്തിയല്ലേടാ. ഏതോ ഒരു അച്ഛന് കുഞ്ഞല്ലേടാ. എടാ രഘു, നീ നല്ലത് തന്നെയാ ചെയ്ത്. നീ ജീവിതം നശിപ്പിച്ചിട്ടില്ല. ഇങ്ങ് വാ, ഇങ്ങ് വാടാ. സർ, വാ. അറിയാതെ പറ്റിയോ സർ? അടിക്കില്ലേ സർ? സർ, വീട് എവിടെയാണെന്നറിയോ? ഞാൻ കുറച്ച് ദൂരെ നിന്ന് വരാം, അവിടെ ഒന്ന് പോകണം. അദ്ദേഹം മരിച്ചുപോയല്ലോ. അദ്ദേഹത്തിന്റെ വൈഫുണ്ട്, തെക്കുകരയായിട്ടാ വീട്. ഇതാ അവിടെയായിട്ട്. ഭൂമിയിലെ ജീവനുകൾക്കാശ്രയമെങ്ങിതോ നാം ജീവിതമെന്തെന്നറിയാതെ ആറടി
മനമുരുകി തേങ്ങിടും കൈകൂപ്പിയതിന്നോ നിൻ മുന്നിൽ യാചകരിന്നിവിടെ അൽ റഹ്മാനേ അൽ റഹീം നിങ്ങൾ വിഷമിക്കണ്ട, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സന്തോഷമായിട്ടിരിക്കനെയാ. ധരണിയും പടച്ചവൻ നീയേ, മരണമതു ഒരു പരമാർത്ഥം. മനവുമുരുകി കൈകൾ നീട്ടി പാപങ്ങളെ അകറ്റുക നീയല്ല. വിധിയും അതു തടയും നേരം ഇല്ലയോ വഴികളുമേറെ. പതിയും ഓരോ ചുവടുകൾക്കായി കരുണ നീ കണ്ണീരായല്ല. ഭൂമിയിലെ ജീവനുകൾക്കാശ്രയമെങ്ങിതോ നാം ജീവിതമെന്തെന്നറിയാതെ ആറടി മണ്ണിലോ ജീവൻ നേകുയായല്ല. റഹീബയുടെ വീടല്ലേ ഇത്? എനിക്ക് പരിചയമുള്ള ആളാ. അദ്ദേഹം മരിച്ചുപോയി. ഞാൻ അറിഞ്ഞു. പാപിയതെന്തു പാപവും ചെയ്ത മാപ്പിന്നില്ലയോ. എൻ നെഞ്ചിലെരിയും കനലിൽ ചൂട വാക്കാനിടറുന്നേ. നീ നിഴലായി കൂടെ ഉണ്ടല്ല. കൈകൂപ്പിയറിന്നോ നിൻ മുന്നിൽ യാചകരിന്നിവിടെ അൽ റഹ്മാനേ അൽ റഹീം നീയായ അല്ലാഹ് നീയായ അല്ലാഹ് നീയായ അല്ലാഹ്. നിങ്ങളുടെ ഭർത്താവിനെ രാത്രി 11 മണിക്ക് ട്രെയിനിൽ വെച്ച് ഞാൻ കണ്ടിരുന്നു. പുള്ളി ഉറങ്ങായിരുന്നു. അടുത്താരും ഉണ്ടായിരുന്നില്ല. ബാഗിൽ ഒരു 5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 3 ലക്ഷം രൂപ എടുത്തത് ഞാനാണ്. പിറ്റേ ദിവസം പത്രത്തിൽ നിന്ന് അറിഞ്ഞു പുള്ളി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയെന്ന്. അന്ന് ഞാൻ ആ പൈസ എടുത്തില്ലായിരുന്നെങ്കിൽ പുള്ളിക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരികയില്ലായിരുന്നു. ഇതിൽ 3 ലക്ഷം രൂപയുണ്ട്. ഇത് നിങ്ങൾക്കുള്ളതാ. നീ അങ്ങനെ ചെയ്തുകൊണ്ടല്ല അദ്ദേഹം മരിച്ചത്. അന്ന് വൈകിട്ട് 6 മണിക്ക് തന്നെ മരിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത്. വൈകുന്നേരം 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ആ മൃതദേഹം ട്രെയിനിൽ കിടക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിലും എൻ്റെ ഭാഗത്തുള്ളതും തെറ്റ് തന്നെയല്ലേ. അതിനെ ന്യായീകരിച്ചിട്ട് ഒരു കാര്യമില്ല. അമ്മ പോലീസിൽ അറിയിച്ചാൽ പോലും കുഴപ്പമില്ല. പക്ഷെ ദയവായിട്ട് ഈ പൈസ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണം പ്ലീസ്. ഇന്ന് രാത്രിയിൽ വന്ന വിവരം പ്രധാനമന്ത്രി 500-ൻ്റെയും 1000-ൻ്റെയും നോട്ട് നിരോധിച്ചതായി പ്രഖ്യാപിച്ചു. കണക്ക് കൂട്ടിവെച്ച കാര്യങ്ങൾ നടക്കുമോ? ഈ പൈസ ഈ അമ്മയ്ക്ക് മാറ്റാൻ കഴിയുമോ? അത് നമുക്ക് ആർക്കും അറിയില്ല. വന്ദേ മാതരം. സഹാര മാമാ, ഇതാ മാമാ, കഴിച്ചോളൂ മാമാ. കഴിക്കു മോനെ, കഴിക്ക്. കൂടുതലൊന്നും ആലോചിക്കണ്ട, കഴിക്ക്. ഉടയോന്റെ കരമതിലെന്നും ജീവിതത്തിൻ തുടിപ്പുകളെല്ലാം മനുഷ്യനെന്നോ മൃഗമിതെന്നോ വേദിരിവുമതു പല നിമിഷമിതോ. കടലുകര കയറിടുമൊരു നാൾ കരുണയതു വാക്കിലുമടരേ. പടരുമീറൻ സ്മൃതികളിവിടെ കരളിടരും കാഴ്ചകളെല്ലാം നീ അല്ല. ആറടി മണ്ണിനടിയിലുറങ്ങി വരവായി നിന്നരുകിൽ എൻ പാപഭാരം തീർത്തിടുമോ അനിയുക പടച്ചോനേ. മുഹമ്മദ്
പുള്ളേ പുള്ളേ, ഈ മൊബൈൽ ഫോണിന് ഇന്ത്യയാണോ? ഇവിടെ കിടന്നതാ. എൻ്റെ അല്ല. ആ സാരമില്ല, ഇത് വെച്ചോളി. വേണ്ട അമ്മാവ, അമ്മാവൻ തന്നെ വെച്ചു. ഞമ്മക്ക് ഫോണുണ്ട് പുള്ളേ, ഇത് നിന്റെ വെള്ളത്തിൽ വീണ ഫോണാണ്. ഓന്റെ കൈ തന്നെ ഇരിക്കട്ട്. ആദ്യം നിന്നെ ആരെയും വിളിച്ച് സംസാരിക്കാനില്ല. അതിനാ പുള്ളേ, ഓന്റെ മെമ്മറിയിൽ നമ്പർ ഒന്നുമില്ലേ? വലിയൊരു തെറ്റ് ചെയ്തു പോയി. ഇത് ചെയ്ത പാവങ്ങളെല്ലാം കടലെടുത്തോണ്ട് പോട്ടെന്ന്. ഇത് പിടി. എന്താ മോനെ സഞ്ചിയില്? ആഹാ, കുപ്പിയാണല്ലോ. തരാവോ എനിക്ക്? കാശ് തരാൻ ഞാൻ. ആര് കുടിച്ചതാ? മോനാടാ ചോദിച്ചേ, ആരാ കുടിച്ചേ? എൻ്റെ അച്ഛൻ. Are you okay, Amma? ഞാനൊരു കാര്യം ചോദിച്ചാൽ പിണങ്ങോ? എന്താ? ബിച്ചെന്ന് വെച്ചാൽ എന്താ മമ്മി? എന്താ? ഗ്രാനി പറഞ്ഞു യു ആർ എ ബിച്ച്, ബിയാർഡ് വാല പറഞ്ഞു യു ആർ എ ബിച്ച്, സ്കൂൾ ഫ്രണ്ട്സ് പറഞ്ഞു യു ആർ എ ബിച്ച്. എന്ന് വെച്ചാൽ ചീത്തയാണോ മമ്മി? I love you, Mummy. ഹലോ. ഹലോ ഹൽത്തിയ, ഇത് പ്രഭുവാണ് സംസാരിക്കുന്നത്. ഏത് പ്രഭു? രഘുനാഥ്. ഐ എം സോറി. എന്താ വേണ്ടേ? അല്ല, നിന്നെ ഒന്ന് കാണണം തോന്നി, അതാ ഞാൻ. എനിക്ക് താല്പര്യമില്ല. അങ്ങനെ തോന്നുവാണെങ്കിൽ പറയാം. അല്ല, ഞാനിവിടെ ഫ്ലാറ്റിന്റെ താഴെ നിൽപ്പുണ്ട്. ഞാൻ അങ്ങോട്ട് കയറി വന്നോട്ടെ? എന്താ, വീണ്ടും വഴക്കിന് വന്നേക്കുവാണോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല ആൽത്തിയ. പ്ലീസ് ആൽത്തിയ, എനിക്കൊന്ന് കണ്ടാ മതി. എന്നാ മെയിൻ ഗേറ്റിനടുത്ത് വാ. ശരി. എന്താ? പറ. ഒന്നുമില്ല, നിന്നെ ഒന്ന്
കാണാൻ തോന്നി. കണ്ടില്ലേ? കണ്ടു കഴിഞ്ഞില്ലേ? എന്നാ പോ നോക്ക്. ആൽത്തിയ നിക്ക്, എന്നോടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. പറ. എല്ലാം മറന്നൂടെ ആൽത്തിയ? ഇറ്റ്സ് ഓക്കെ. പിന്നെ തെറ്റെല്ലാം എന്റെ ഭാഗത്താ. ഓക്കെ, വേറെ? സത്യമായിട്ടും ഞാനിനി നിന്നെ വേദനിപ്പിക്കില്ല. ഓക്കെ, ഇനി എന്താ? എന്നോട് ക്ഷമിക്കുക ആൽത്തിയ, പ്ലീസ്. ശരി, ഞാൻ ക്ഷമിച്ചു. ഇപ്പൊ പോ പ്ലീസ്. ആൽത്തിയ നിക്ക്, ആൽത്തിയ നിക്ക്, പ്ലീസ് നിക്ക് ആൽത്തിയ. ആൽത്തിയ, ആൽത്തിയ ഞാൻ പറയുന്നു കേക്ക്. ആൽത്തിയ പ്ലീസ് ഒരു സെക്കൻഡ് നിക്ക്. ആൽത്തിയ പ്ലീസ് നിക്ക്. ആൽത്തിയ, ആൽത്തിയ ഒരു മിനിറ്റ് പ്ലീസ്. എന്താ? എന്നോട് ക്ഷമിക്കുക ആൽത്തിയ, പ്ലീസ്. ഞാനാരാ നിന്നോട് ക്ഷമിക്കാൻ? ശത്രുത തോന്നിയ എല്ലാ ആണുങ്ങളും എല്ലാ പെണ്ണുങ്ങളോടും എന്തൊക്കെ ചെയ്യുമോ അത് തന്നെ നീയും ചെയ്തുള്ളൂ. ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. എന്നൊന്ന് മനസ്സിലാക്കാൽത്തിയ പ്ലീസ്. പ്രഭു, അതിലൊരു വ്യത്യാസമുണ്ട്. അടുത്തവരൊക്കെ എന്റെ കിടക്ക പങ്കിടണമെന്ന് ആവശ്യപ്പെട്ടപ്പോ എന്റെ ഒപ്പം ജീവിക്കണമെന്ന് പറഞ്ഞത് നീ മാത്രാണ്. ഒരുപാട് സന്തോഷം തന്നു, ഒരുപാട് സങ്കടങ്ങളും തന്നു. ആഗ്രഹിച്ചതെല്ലാം ഒത്തിരി ഒത്തിരി തന്നു. എനിക്ക് ഇത്രയും മതി പ്രഭു. ഐ ക്യാൻ ഡു ദിസ് എനിമോർ. ഞാനിനി അങ്ങനൊന്നും ചെയ്യില്ല ആൽത്തിയ, സത്യമായിട്ടും ആൽത്തിയ പ്ലീസ്. ഞാൻ ചെയ്യില്ല. നമ്മൾ തമ്മിലുള്ള വഴക്ക് അതൊരു പ്രശ്നമല്ല. എന്നാ ഏഡ്രിൻ, അവനെ കാണണമെന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലേ? തോന്നിയിരുന്നു ആൽത്തിയ, തോന്നിയിരുന്നു എനിക്ക്. പക്ഷെ നീ മാത്രമല്ല തെറ്റുകാരൻ, ഞാനും തെറ്റുകാരിയാ. നീ എന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോ ഇതാണ് സ്വർഗമെന്ന് ഞാൻ വിചാരിച്ചു. എന്റെ മോനെ പോലും മറന്നു. അവൻ എന്ത് കരുതുമെന്ന് പോലും ഞാൻ ഓർത്തില്ല. സോറി. ആ തെറ്റ് ആവർത്തിക്കാൻ എനിക്കിനി പറ്റില്ല പ്രഭു. അങ്ങനെയല്ല ആൽത്തിയ, ഞാൻ പറയുന്നത് ഒരു തവണയെങ്കിലും ഒന്ന് കേക്ക് പ്ലീസ് ആൽത്തിയ, പ്ലീസ്. പ്ലീസ് പ്രഭു, പറ്റുമെങ്കിൽ ഒരു ഉപകാരം ചെയ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നീ പറഞ്ഞോ ആൽത്തിയ, ഞാൻ ചെയ്യാം. നീ പറഞ്ഞോ. ഇനി എന്നെ കാണാൻ ശ്രമിക്കരുത്, എനിക്ക് ഫോൺ ചെയ്യരുത്. നിനക്ക് പറ്റുമെങ്കിൽ ഇവിടം വിട്ടുപോ. എന്താന്ന് വെച്ചാ നീ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അതുകൊണ്ടാ പറഞ്ഞേ. എന്നാ നീ പോയിക്കോ. ബൈ പറയാണോ? ഐ ലവ് യു ഡാ. ടേക്ക് കെയർ. ആൽത്തിയ, എന്താ? അതല്ല, നീ ലിഫ്റ്റിൽ കയറി പോകാൻ ഒരു മിനിറ്റെങ്കിലും എടുക്കില്ലേ? അതുവരെ ഞാനും കൂടെ വന്നോട്ടെ. വേണ്ടെന്ന് മാത്രം പറയല്ലേ പ്ലീസ്. എന്തായാലും ഈ ലിഫ്റ്റ് മുകളിലെത്താൻ ഒരു മിനിറ്റെങ്കിലും എടുക്കൂലേ? അത്ര നേരം ഞാനൊന്ന് കൂടെ നിന്നോട്ടെ പ്ലീസ്.
ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ഒരു പെണ്ണ് ഒരു ചെറുക്കനോട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് എന്നെ കാണാൻ വരരുത് എന്ന് പറഞ്ഞാൽ അതിനുശേഷം ആ ചെറുക്കൻ എന്തെല്ലാം കാണിച്ചു കൂട്ടുമോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എത്ര റോസാപ്പൂക്കൾ കൊടുത്ത് മാപ്പ് ചോദിക്കുമോ അത്രയും പൂക്കൾ കൊടുത്തതിന് ശേഷം ചവറുകൾ കുമിഞ്ഞുകൂടുന്ന കടലിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് ശുദ്ധമായ മഴയും അഗാധ പ്രണയവും. ഇവനെന്താ പടത്തിനിടയ്ക്ക് ഓരോന്നിങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കുമായിരിക്കുമല്ലേ? ശരിയാ, എല്ലാവരും ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇടുന്നു, ഞാൻ പടത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാറ്റസ് ഇട്ടു, അത്രേ ഉള്ളൂ. നന്ദി.